പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാൻ വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളെ അനുഭവിച്ചറിഞ്ഞതായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് പ്രിയ ആൻസി ഷിബു, പ്രിയ സഹോദരി, തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം നടത്തിയ അത്ഭുതകരമായ ചില അനുഭവങ്ങൾ, താൻ കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുവാൻ മുഖാന്തരമായി തീർന്ന ജീവിതത്തിലെ ആ നല്ല ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നു. തൻ്റെ ബാല്യം വളരെ വേദനാജനകമായ ചില അനുഭവത്തിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. തൻ്റെ മദ്യപാനിയായിരുന്ന പിതാവ് വേണ്ടതുപോലെ സംരക്ഷിക്കുകയോ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യാതിരുന്ന ആ ഒരു കാലത്ത് കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ് വളർന്നു വന്ന പ്രിയ ആൻസി ഷിബു ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൻ്റെ ദാസി ആൻസി ഷിബുവിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിൻ്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ് പാസ്റ്റർ. എൻ്റെ പേര് ആൻസി ഷിബു. ഞാൻ ഷാർജയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായിട്ട് ദുബൈയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ഷിബു ചെറിയാൻ എന്നാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മോന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ദാൻഡി ഷിബു. രണ്ടാമത്തെ മോള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഡാരിയ എന്നാണ് പേര്. കുഞ്ഞു മോള് 2ലാണ്, ഡാനിയ എന്നാണ് പേര്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയില് കുംബ്ലാംപൊയ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് അത്തിക്കയം എന്ന സ്ഥലത്താണ്. ഓക്കെ, സുസ്നെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ച്, ജീവിതത്തിലെ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന പ്രത്യേക അനുഭവങ്ങൾ എടുത്തു പറയാം. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് സംസാരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന്മേൽ ഒരുക്കി തന്ന വലിയൊരു അനുഗ്രഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സകല മഹത്വവും എൻ്റെ യേശുവിന്. കർത്താവിന്റെ പദ്ധതി പ്രകാരം ഇന്ന് വിളിക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും യേശു തെരഞ്ഞെടുത്തു. അതിന്റെ ഫലമായി ദൈവം മുൻ നിയമിച്ച വിധി പ്രകാരം ഇന്ന് അരോമ ടി വിയോടൊപ്പം യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായി എനിക്ക് അവസരം തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിന്മേൽ നടന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഒരു പദ്ധതി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. പെർഫെക്റ്റ് പ്ലാൻ പ്രകാരമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പോയ സെയിം അനുഭവത്തിൽ കൂടെ അനേകര് കടന്നു പോയിട്ടുണ്ടാകാം, ഇപ്പം കടന്നു പോകുന്നുണ്ടാകാം. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സാഹചര്യങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് തകർന്നു പോയി നിൽക്കേണ്ടവരല്ല നമ്മളൊക്കെയും. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ള കാരണത്താൽ, കൃപയാലാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കർത്താവ് നമ്മളെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിർത്തിയിരിക്കും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ പെർഫെക്റ്റ് പ്ലാനിലാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. എൻ്റെ ബാല്യകാലം, ഞാൻ ജനിച്ചു വളർന്നത് കുംബ്ലാംപൊയ്ക എന്ന ദേശത്താണ്. ചെറിയൊരു ഗ്രാമത്തിലാണ് വളർന്നത്. എൻ്റെ പപ്പായ്ക്ക് സാധാരണ കൂലിപ്പണിയും അങ്ങനെയുള്ള ജോലിയൊക്കെ ആയിരുന്നു. എന്നാൽ എൻ്റെ പപ്പ തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാല് ജീവിതത്തിന്മേല് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം നൽകാതെ
വീട്ടുകാർക്കും നാട്ടുകാർക്കും പേടി സ്വപ്നം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ് എന്ന് പറയുന്നത്. എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിന് 6 മാസം ഉള്ളപ്പോഴും ഒരു കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോഴും വളരെ ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. ഒരു കുഞ്ഞിന് നിസാരമായ രോഗം കൊണ്ടും ആ സമയത്ത് മെഡിക്കൽ അറ്റൻഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടും ആണ് പെട്ടെന്ന് മരണപ്പെട്ടതാണ്. അങ്ങനെ ഒരു മോളായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ജീവിതത്തിൽ സമാധാനം എന്തെന്ന് ചെറുപ്പത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഭീതിയായിരുന്നു. എൻ്റെ പപ്പ കുടിച്ചിട്ട് വരുമ്പോള് ഞങ്ങളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ബഹളം വെക്കും, നാട്ടുകാരെല്ലാം ഓടിക്കൂടും. പപ്പ നാട്ടുകാരെ വഴക്ക് പറഞ്ഞ് തിരിച്ചുവിടും. അങ്ങനെ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എൻ്റെ ബാല്യം എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ മമ്മി മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അപ്പൊ എൻ്റെ മമ്മി പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ മമ്മി വളരെ ചെറുപ്പത്തിലെ ഈ ഭവനത്തിൽ കടന്നു വന്നു. എന്നാൽ എൻ്റെ അപ്പച്ചൻ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ മമ്മി ഈ സാഹചര്യത്തിലെല്ലാം എന്നോട് പ്രാർത്ഥിക്കാനേ പറയത്തുള്ളൂ. ഓരോ രാത്രിയിലും പപ്പ ഇന്ന് കയറി വന്ന് എങ്ങനായിരിക്കും ബഹളം എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇരിക്കും. മമ്മി പറയും, നമുക്ക് നേരത്തെ പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കർത്താവിന്റെ അടുത്ത് സമർപ്പിക്കാം, ദൈവം നമ്മുടെ അവസ്ഥകൾ മാറ്റും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയും. അപ്പൊ എന്നെ ചെറുപ്പം മുതലേ പ്രാർത്ഥന ശീലം മമ്മി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. സാഹചര്യം ഒന്നും അനുകൂലമല്ല എങ്കിലും ആ സാഹചര്യത്തില് മമ്മി എനിക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഒരു സ്നേഹത്തിൽ എന്നെ വളർത്താനായിട്ട് ശ്രമിച്ചു. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്നോട് പറയും, പ്രാർത്ഥിക്കുക, ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക, ദൈവം നിനക്ക് മറുപടി തരും എന്ന് പറയും. അപ്പൊ അന്നൊക്കെ വലിയ വിശ്വാസമില്ലെങ്കിലും എൻ്റെ മമ്മി പറയുന്ന നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. അങ്ങനെ യേശുപ്പായോട് ഞാൻ അന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ പപ്പ എൻ്റെ വീട്ടില് കയറി വരരുതേ, വഴിയിലെങ്ങാനും കിടക്കണേ. കാരണം വീട്ടിൽ വന്ന അത്ര ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ്, സമാധാനമില്ല. ഞങ്ങൾ വെളിയില് പറമ്പിലൊക്കെ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമാണ്. അപ്പം എനിക്ക് കൂട്ടുകാരുടെ മുന്നിലൊക്കെ അപമാനിതയായിട്ടാ, മറ്റുള്ളവരുടെ മുന്നില്. കാരണം എനിക്ക് ഒരു ഉറക്കെ ചിരിക്കാനായിട്ട് എനിക്ക് അന്നത്തെ കാലത്ത് പേടിയായിരുന്നു. ചിരിച്ചാൽ ഇന്ന് വീട്ടില് എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഭയപ്പെട്ട ഒരു സാഹചര്യം. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യത്തെ എൻ്റെ മെയിനായിട്ടും എൻ്റെ എക്സാമിന്റെ ഒക്കെ സമയത്ത് ഒരു ദിവസം പോലും എന്നെ സ്വസ്ഥമായിട്ട് വീട്ടിലിരുത്തി പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഞങ്ങള് പറമ്പിലൊക്കെ ആയിരിക്കും, എന്നിട്ട് അടുത്ത വീടുകളിൽ പോയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഒരു പ്രാവശ്യത്തെ എൻ്റെ 10th എക്സാമിന്റെ സമയത്ത് ഇതുപോലെ പപ്പ ഞങ്ങളെ വഴക്കുണ്ടാക്കി വെളിയിലിറക്കി. ഞങ്ങള് ഒരു കാടിന്റെ അകത്ത് കുറെ നേരം ഇരുന്നു. അവിടെ നിന്ന് വല്ല ഇഴജന്തുക്കൾ ഞങ്ങളെ കടിക്കുമെന്ന് ഓർത്തിട്ട് അടുത്ത വീട്ടിൽ പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നിന്റെ ഈ അവസ്ഥയ്ക്ക് നിനക്ക് വിടുതൽ കിട്ടണം. കാരണം നിന്റെ വീട്ടില് നീ ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. നീ ആഗ്രഹിക്ക്. നീയാണെ പ്രാർത്ഥിയില്ല, ആഗ്രഹിക്കുക. ആ ചേച്ചി ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ചേച്ചിയാ. പക്ഷെ ആ ചേച്ചി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആഗ്രഹിക്ക്, നിനക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോണം, നീ തീരുമാനിക്കണം. എന്നിട്ട് എൻ്റെ മമ്മിയോടും പറഞ്ഞു, ഇവളെ വേറെ ഒന്നിനും ആര് പറഞ്ഞാലും വിടരുത്, ഇവളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ വിടണമെന്ന്. അന്ന് മമ്മി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, എനിക്ക് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നിന്നെ ഞാൻ പഠിപ്പിക്കാനായിട്ട് വിടാം. സാഹചര്യം ഒന്നുമില്ലെങ്കിലും ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മോനെ പഠിപ്പിക്കും, മോനെ ആഗ്രഹിച്ചു. അന്ന് ഞങ്ങൾ എടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ ആ അവസ്ഥയില്. കാരണം വളരെ ഭയന്നും ആണെങ്കിൽ നിരാശയോടിരിക്കുന്ന അവസ്ഥയില് ഞങ്ങൾ അന്ന് എടുത്തൊരു തീരുമാനമാണ് ഞങ്ങള് നഴ്സിംഗ് പഠനമെന്ന്. മുന്നിൽ ഒന്നുമില്ല സാഹചര്യം. പ്രീ ഡിഗ്രിക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യില് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാ. പക്ഷെ വലിയതായിട്ടുള്ള ആഗ്രഹം ഹൃദയത്തിൽ അന്ന് മുതലേ കയറി ആഗ്രഹം കിടക്കുന്നുണ്ട്. അങ്ങനെ എന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് പഠനത്തിനായിട്ട് ഹൈദരാബാദില് ഞങ്ങൾ അന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മമ്മി ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് എക്സാം ആണെങ്കിലും എന്തുവായാലും അടുത്ത എവിടെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് എന്നെ കൊണ്ടുപോയിരിക്കും. അപ്പം ഞാനും അവിടെ പോയിരിക്കും. ചിലപ്പോ ഞാൻ വലിയ ശ്രദ്ധിച്ചല്ലായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പറയുക, അതൊക്കെ എൻ്റെ ജീവിതത്തിന്മേൽ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ അതെല്ലാം വിതകളാ. ഹല്ലേലൂയ. നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തുവിന്റെ അഭ്യാസത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഒരു മാതാപിതാക്കൾക്ക് ഏറ്റവും, ഞാൻ പറയുക, വിദ്യാഭ്യാസത്തിനേക്കാളുപരി എന്ത് സമ്പത്തിനേക്കാളുപരി ഭൂമി നിങ്ങൾക്ക്
സമ്പത്തും ഒക്കെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മിച്ചം വെക്കുമായിരിക്കും, അവർക്ക് വേണ്ടി സമ്പാദിക്കുമായിരിക്കും. അതിനേക്കാളുപരി വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരുവാണെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടെ ഒക്കെ അവർ കടന്നു പോയാലും ദൈവത്തിന്റെ സ്നേഹം അവരിൽ ഒരു നാള് നിഴലിട്ടിട്ടുണ്ടെങ്കിൽ അവരാരും വഷളായി പോവുകയോ അവരാരും തെറ്റി ഉലഞ്ഞു പോവുകയോ ചെയ്യത്തില്ല. കർത്താവ് അവരെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും. അതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അന്ന് എന്റെ മമ്മിയുടെ പ്രേരണയല്ല ഞാൻ ഓരോ പ്രാർത്ഥനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെങ്കില് അന്ന് എന്റെ കേട്ട വചനങ്ങൾ ഓരോന്നും എന്റെ ഹൃദയത്തിൽ അത് ക്രിയ ചെയ്തിരുന്നു, ഞാൻ പോലും അറിയാതെ. ഹല്ലേലൂയ. വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഞാൻ പോയപ്പോഴാണ് അതിന്റെയൊക്കെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ എല്ലാം മൂല്യം ഞാൻ മനസ്സിലാക്കിയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കി. ഒരു കുഞ്ഞ് നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അതിനോട് മേടിച്ചു കൊടുക്കാതെ ആ കുഞ്ഞിനോട് ആദ്യം പറയേണ്ടത്, നീ ഒന്ന് പോയിരുന്ന് പ്രാർത്ഥിച്ചേ, നിനക്ക് ദൈവഹിതമെങ്കിൽ അത് നിനക്ക് കയ്യിൽ തരും, അത് കിട്ടും. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവമാണ് അവർക്ക് അനുഗ്രഹങ്ങളെ തരുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തില് ഉള്ള ഒരു ശക്തിക്കും പല സാഹചര്യങ്ങളിലും അവരെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇന്നത്തെ മാതാപിതാക്കളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മക്കൾ ഏതൊരു സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ അലക്ഷ്യനായിട്ടാ ഇരിക്കുന്നേ, പ്രയറിന് അറ്റൻഡ് ചെയ്യുന്നത് എന്റെ നിർബന്ധത്താലാണെന്ന് പറയും. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ നിർബന്ധിച്ചാണെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ വരുന്നുണ്ടേ ആ കുഞ്ഞ് ഒരു കാരണവശാലും വഴി തെറ്റി പോകത്തില്ല. എന്ത് സാഹചര്യം തന്നെ ആയാലും ആ കുഞ്ഞ് വ്യത്യസ്തനായിട്ട് ജീവിക്കും. ഒരു നാൾ അവൻ ആ കർത്താവിനെ തിരിച്ചറിയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതെന്റെ അനുഭവമാ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നഴ്സിംഗ് പഠിക്കാനായിട്ട് എന്നെ ഹൈദരാബാദില് എന്റെ മമ്മി പപ്പായും കൂടെ അയച്ചു. എങ്ങനെ വഴി ഒരുക്കുമെന്ന് അറിയത്തില്ല. ഫീസിന് 1 രൂപ കയ്യില് വണ്ടിക്കൂലിക്ക് പൈസ എടുക്കാനില്ലാത്ത ഞങ്ങള് പത്തനംതിട്ട വരെ 8 കിലോമീറ്റർ പോകാനായിട്ട് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത ഞങ്ങളാണ് വലിയ കാര്യം പറഞ്ഞ് ഹൈദരാബാദില് നഴ്സിംഗിന് വിടുന്നത്. ഹല്ലേലൂയ. അപ്പം സ്വാഭാവികമായിട്ടും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കുറ്റം പറഞ്ഞു എന്റെ മമ്മിയെ. കാരണം പപ്പായ്ക്ക് ഉത്തരവാദിത്വം ഇല്ല. അതെല്ലാവർക്കും അറിയാം. പപ്പ ഒരു 3 മാസത്തിൽ കൂടുതൽ ഒരിടത്ത് ജോലിക്ക് നിൽക്കത്തില്ല. MRFE വരെ വർക്ക് ചെയ്തതാണ്. പക്ഷെങ്കില് ഈ മദ്യപാനം കാരണം എവിടെ നിൽക്കത്തില്ല. മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ് സെക്യൂരിറ്റി ആയിട്ട്. അങ്ങനെ എല്ലാം പപ്പായ്ക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ മദ്യപാനം അദ്ദേഹത്തെ ജീവിതത്തെ അങ്ങനെ ഒരു രീതിയിലേക്ക് ആക്കി തീർത്തു. അപ്പൊ അതിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുമായിരുന്നു. നല്ല ആഹാരം കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തില് കൊതിയായിരുന്നു. ആണെങ്കിൽ നല്ല ആഹാരം കഴിക്കാനും. പക്ഷേ അവിടെയൊക്കെയും കർത്താവ്, ഞാൻ പറയുക, എവിടൊക്കെ ഞെരുങ്ങിയിട്ടുണ്ടോ, എവിടൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, അതിന്റെ മടങ്ങുകളായിട്ട് കർത്താവ് നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്മേൽ തരും. ഹല്ലേലൂയ. നമ്മൾ ചില സാഹചര്യങ്ങളിൽ പോകുമ്പോ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പുളി കഴിച്ച ഒരാൾക്ക് അതിന്റെ ടേസ്റ്റ് വേറൊരാൾ കഴിക്കുമ്പം തന്നെ അവരുടെ വായിൽ വെള്ളം വരും. കാരണം അത് അറിയാം അതിന്റെ ടേസ്റ്റിന്റെ. അപ്പൊ അതുപോലെ തന്നെയാ ഞാൻ പറയുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ പോയപ്പോഴും ഞാൻ പലവിധ സാഹചര്യത്തിൽ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തു. ആ സാഹചര്യത്തിലൊക്കെ ഫേസ് ചെയ്തപ്പോൾ ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് എന്നോട് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാല് എനിക്ക് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം ആ സാഹചര്യത്തിൽ കൂടെ ഒക്കെ കടന്നുപോയതാണ് ഞാൻ. ഹല്ലേലൂയ. സാമ്പത്തികമായിട്ട് ഇപ്പം പല കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയും കാണത്തില്ലായിരിക്കും. ഹല്ലേലൂയ. എങ്ങനെ നടക്കുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കണമോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മളെ വിളിച്ച ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ഹല്ലേലൂയ മറ്റാരും കേൾക്കാതെ ആ യേശുവിനോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ആ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാനായിട്ട് തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴി തുറക്കാനായിട്ട് കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്നെ നഴ്സിംഗ് ഹൈദരാബാദിൽ പഠിക്കാൻ വിട്ടപ്പോഴൊന്നും സാമ്പത്തികം കണ്ടിരുന്നില്ല. അന്ന്
എന്റെ മമ്മിക്ക് ഒരു ചെറിയ തയ്യക്കടയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഫീസ് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ എന്നോടത്ത് പറയും, ഞാൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് പൈസ വേണ്ടത്. അപ്പം എന്റെ അടുത്ത് പറയും, ബാ മോനെ നമുക്ക് പായിട്ട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന പായിൽ എണ്ണിക്കുന്നതിന് മുമ്പേ അത്ഭുതം കാണുമെന്ന് പറയും. ഹല്ലേലൂയ. പലരുടെയും ജീവിത അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധു കൊച്ചുഞ്ഞ് ഉപദേശിയുടെ അനുഭവങ്ങൾ. അദ്ദേഹം ആഹാരത്തിനായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ വള്ളത്തിൽ വന്ന് ആഹാരം കൊടുത്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥന പായിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അയൽവക്കത്തു നിന്ന് ഒരു ആന്റി ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയുക, ആ ബോംബെയിലുള്ള ഒരു ആന്റിക്ക് എന്നെ സഹായിക്കണം, ഈ പ്രാവശ്യത്തെ ഫീസ് ഞങ്ങൾ അടച്ചോളാമെന്ന്. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല, ഹല്ലേലൂയ, ആരോടത്തും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ല ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, അല്ലെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞില്ല. പറയാതെ തന്നെ ഞങ്ങളുടെ യേശു അപ്പായോട് ഞങ്ങൾ പായിട്ട് ഒരു മനസ്സോടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് അവിടെ അത്ഭുതം ചെയ്ത്. ഒത്തിരി വിശ്വാസത്തോടാണോ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല, അന്നത്തെ അത്രയും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെങ്കില് ദൈവം അത്ര നീതിമാനാ. ദൈവം എന്ന് പറയുന്നത് അത്ര നീതിമാനാ. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ വേറെ പ്രാവശ്യം വ്യത്യസ്തമായ വ്യക്തികൾ കൂടെ ഞങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല, സാമ്പത്തിക സ്രോതസ്സുകളെ ഞങ്ങൾക്ക് തുറന്നു തന്ന് കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മതി വരുവോളം തന്റെ മക്കൾക്ക് കൊടുക്കുമെന്നുള്ള വാഗ്ദത്വം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്മേൽ നിറവേറാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം കുഞ്ഞിലെയൊക്കെ ആണെങ്കിലും ദൈവത്തിന്റെ ഒരു പദ്ധതി ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ആ വ്യക്തിനെ എത്രമാത്രം പെർഫെക്റ്റ്ലി കർത്താവ് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത ഓരോന്നും കൊണ്ടുപോകുന്നതെന്ന് നമുക്കത് മനസ്സിലാകും. ഒരു പക്ഷെ നിങ്ങൾ ഇന്ന് സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതിന്റെ പുറകിലെ ദൈവിക പദ്ധതി എന്താണെന്ന്. പക്ഷെങ്കിൽ പല സാഹചര്യത്തിൽ പോയപ്പോൾ ഇന്ന് എനിക്കറിയാം എന്റെ ദൈവം എന്നെ എത്ര അത്ഭുതമായിട്ടാ കരുതിയത്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൻസിയെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ കണ്ടു. ആൻസി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ യേശു കണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, എന്റെ ക്വാളിഫിക്കേഷൻ അല്ല, എന്റെ കുടുംബ മഹിമയല്ല, എന്റെ ഒരു ഇതുമല്ല, പക്ഷെ കർത്താവിന് എന്നോടൊരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്നോടൊരു സ്നേഹം ഉണ്ടായത് കൊണ്ട് വ്യത്യസ്ത സാഹചര്യം, ഞാൻ പലപ്പോഴും മരണകരമായ സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ എന്റെ മമ്മിയോട് പറയുമായിരുന്നു, അന്ന് ഞങ്ങൾക്ക് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ വിളക്കില്ല എണ്ണയിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കട്ടിന്റെ തലക്കട ഈ വിളക്ക് വെച്ചിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. എന്റെ മമ്മി നോക്കുമ്പോ എന്റെ ഇപ്പുറത്ത് കിടന്ന് തീയാളി കത്തുവാണ്. പക്ഷേല് എന്റെ ഒരു മുടിയൊക്കെ ഞാൻ അഴിച്ചിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. എന്റെ മുടിക്ക് പോലും ഒരു പോറൽ പോലും പറ്റാതെ യേശു എന്നെ പരിപാലിച്ചു എന്നുള്ളതാ. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഓടി വന്നപ്പോഴ് ഒരു KSRTCയുടെ മുന്നിലോട്ട് ഞാൻ ചാടി അങ്ങോട്ട് ക്രോസ് ചെയ്തു പോയി. പക്ഷെ എങ്ങനെന്നറിയത്തില്ല, അത്ഭുതമായിട്ട് ഞാൻ അതിന്റെ ഓപ്പോസിറ്റില് പോയി. അങ്ങനെ പല പ്രാവശ്യവും മരണകരമായ സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നിരുന്നു. പക്ഷെങ്കില് പിശാച് അറപ്പാനും മുടിപ്പാനും മോഷ്ടിക്കാനും വരുമ്പോൾ ദൈവം യേശു എന്ന് പറയുന്ന ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും വേണ്ടിയിട്ടാണ്. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ഹല്ലേലൂയ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു ശക്തിക്കും ആ വ്യക്തിനെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു സാഹചര്യത്തിനും ആ വ്യക്തിനെ തകർക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ നഴ്സിംഗ് പഠനത്തിനായി ഹൈദരാബാദിൽ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതകരമായിട്ടാ കർത്താവ് എന്നെ ഓരോ ദിവസവും വഴി നടത്തിയത്. അന്ന് അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നഴ്സിംഗ് സ്കൂളാണ് എന്നെ വിദ്യാഭ്യാസത്തിന് കർത്താവ് അയച്ചത്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ദൈവഹിതമുള്ളിടത്ത് അയക്കണം എന്നുള്ളത്. അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ടായിരുന്നു. ഒരു പെന്തിക്കോസിലെ ഒരു പാസ്റ്റർ വന്നിട്ട് അവിടെ എല്ലാ സൺഡേയിലും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ മർത്തോമ ബാക്ക്ഗ്രൗണ്ടില് വിശ്വാസത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തിയായതും കൊണ്ട് ആദ്യമൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട്. പക്ഷെങ്കില് ദൈവം എന്നെ തൊട്ടതും തെരഞ്ഞെടുത്തതും എങ്ങനെയാണെന്ന് പറയാം. ഒരു പ്രാവശ്യം എനിക്ക് ഡിസെൻട്രി വന്നു, ലൂസ് മോഷൻ വന്നു. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ ഒരു 3 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു. എനിക്ക് സൗഖ്യമില്ല. അങ്ങനെ ഞാൻ ട്രിപ്പ് ഇട്ടിട്ട് റൂമിൽ കിടക്കുക, ഹോസ്റ്റലിൽ കിടക്കുക. അങ്ങനെ എനിക്ക് എണ്ണീറ്റ് പോലും നിൽക്കാൻ വയ്യ,
തൊട്ടടുത്ത് എന്റെ എക്സാം നടക്കാൻ പോവുക. അപ്പൊ എനിക്ക് പ്രിപ്പയറും ചെയ്യാൻ വയ്യ, എനിക്ക് നാട്ടിലും പോകാൻ പറ്റത്തില്ല. അങ്ങനെ സ്ഥിതിയിൽ ഞാൻ ഇരുന്നപ്പോൾ ഈ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന അനേക ദൈവ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സൂസൻ എന്ന് പറഞ്ഞ ഒരു എന്റെ ഫ്രണ്ട്, അവളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, സൂസ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് എണ്ണീറ്റ് നിൽക്കാൻ വയ്യ, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവള് ചോദിച്ചു, നിനക്ക് വിശ്വാസം ഉണ്ടോ യേശു സൗഖ്യമാക്കുമെന്ന്? ഞാൻ പറഞ്ഞു, വിശ്വാസം ഉണ്ട് എനിക്ക്. എന്നിട്ട് അവള് പ്രാർത്ഥിച്ച് ഒരു വെള്ളം എനിക്ക് കുടിക്കാൻ തന്നു, പ്രാർത്ഥിച്ച് വെള്ളം തന്നു. പക്ഷെ കർത്താവിന്റെ അത്ഭുതം അവിടെ നടന്നു എന്ന് പറയുന്നത്, ആ വെള്ളം കുടിച്ചപ്പോൾ എന്റെ അത്രയും നേരം ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി. ആമേൻ. എന്നെ കർത്താവ് ആ നിമിഷം തന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. അതിനുശേഷം മടി പിടിച്ചിരുന്ന ഞാന് അങ്ങോട്ട് ഞാൻ തന്നെ പ്രയറിന് പോകാൻ തുടങ്ങി ഓരോ ദിവസവും. എന്നെ നീ പ്രാർത്ഥിക്കാനൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ, എടി ഈ സാക്ഷ്യം ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ നഴ്സിംഗിന്റെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് ഒരു പ്രശ്നം വന്നിട്ട് ഞങ്ങളെ ജയിപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാനേജ്മെന്റ് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അന്ന് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങള് ഈ ജനലിന്റെ എല്ലാ ഹോൾസും എല്ലാം അടച്ച് സൗണ്ട് പ്രൂഫ് ആക്കിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് 3 ദിവസം ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഉച്ചവരെയൊക്കെ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ട്, ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ ഇരുന്നു. കൈയടിക്കുന്ന എല്ലാവരും ആരാധിക്കുന്നുണ്ട്, ഞാൻ സാധാരണ പോലെ കൈയടിച്ച് ആരാധിക്കുന്നു. എനിക്ക് അങ്ങനെ ശക്തമായിട്ട് ആത്മാഭിഷേകത്തിൽ നിറഞ്ഞൊന്നും ആരാധിക്കാൻ അറിയില്ല. ഞാൻ അന്യഭാഷ എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ അപ്പുറത്തിരുന്ന സുഹൃത്തുക്കളൊക്കെ നല്ലതായിട്ട് ശക്തമായിട്ട് ആരാധിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ച് അന്യഭാഷയിൽ എന്താ ഇവര് പറയുന്നേ എന്നോർത്ത് ചെവി ഓർത്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ ഞാൻ ഇരുന്നുകൊണ്ടിരുന്നപ്പോഴ് സൂസൻ പെട്ടെന്ന് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, യേശുവിന്റെ വലിയൊരു സാന്നിധ്യത്താൽ ആൻസി നിറയാൻ പോവാണെന്ന്. അപ്പം സത്യം പറഞ്ഞ എനിക്ക് പെട്ടെന്നൊരു ഭയം പോലെ വന്നിട്ട്, എനിക്ക് വലിയ വിശ്വാസമില്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ എന്നെ തൊടാനോ എനിക്ക് എന്നെ നിറയ്ക്കാനോ എന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യം ഒരു ഭയം പോലെ എനിക്ക് വന്നു. അതിനുശേഷം സൂസൻ പറഞ്ഞു, യേശുവെ സ്തോത്രം സ്തോത്രം, യേശു രക്തം ചെയ്യാൻ നീ പറഞ്ഞുകൊണ്ടിരിക്കെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ എന്റെ തലയെ കൈവച്ചു. അന്നേരം തന്നെ എനിക്കറിയില്ല, ഞാൻ അലക്ഷ്യമായിട്ട് കൈയടിച്ച് ഞാന് എന്റെ കൈയടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ ഞാൻ കൈയടിക്കുക. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അടിക്കാൻ, പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ അവിടെ ആത്മനിറവിൽ എന്നെ നിറയാനിടയായി തീർന്നു. അന്നേരം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധ്യം നമുക്ക് വരും. അപ്പൊ ഞാന് അന്നേരം ഞാൻ കുറെ കരഞ്ഞിട്ട്, യേശുപ്പ അങ്ങേ അവിശ്വസിച്ചു, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നവർക്ക് ഓരോന്ന് കണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുപ്പ സോറി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു, അന്യഭാഷയാൽ നിന്നെ നിറയ്ക്കാൻ പോവാണെന്ന്. ഹല്ലേലൂയ. അവള് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞുടനെ എന്റെ നാവിൽ ഒരു പെരുപ്പ് പോലെ തോന്നി. ആ ഹല്ലേലൂയ സ്തോത്രമാണ് പറയുന്നത്, പക്ഷേ ഞാൻ പോലും അറിയാത്ത ഒരു ഭാഷയെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഞാൻ ഇതെന്തെന്ന് പോലും എനിക്ക് അറിയത്തില്ല. വിശ്വാസത്തിൽ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെങ്കില് ദൈവത്തിന്റെ ഓരോ പദ്ധതിയായി എന്നെ കുറിച്ചുള്ളത് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കർത്താവിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് വന്നിരുന്ന് അനേകരോട് യേശുവിനെ ഇവള് പറയാനായിട്ട് എന്നെ എക്യുപ്പൈ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് എന്റെ യേശുവിനെ കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. വിടുവിക്കുന്ന കർത്താവിനെ കുറിച്ച് എവിടെയും പറയുവാനായി എനിക്ക് ലജ്ജയില്ല. കാരണം ഈ ലോകത്തിൽ എന്നെ വിടുവിച്ചത് ഒരു മനുഷ്യ ശക്തിയല്ല, ഒരു വ്യക്തികളല്ല, എന്റെ യേശുവാണ്. പല സാഹചര്യത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കരം കണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടതാ. ഹല്ലേലൂയ. ഞാൻ രുചിച്ചറിഞ്ഞതാ. പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടുന്നത് വെറുതെ പറയുന്നതല്ല അല്ലെ. എന്നാണെങ്കിൽ ഞാൻ കണ്ടതും രുചിച്ചറിഞ്ഞതും കേട്ടതുമായ യേശുവിനെ ഇന്ന് എന്റെ ജീവിതത്തിന്മേൽ ഞാൻ പറയുന്ന യേശു എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്മേൽ എന്റെ പ്രശ്ന സാഹചര്യങ്ങൾ എന്നെ വിട്ട് ഓടിപ്പോയ ഒരു യേശുവിനെ അല്ല, എന്റെ കൂടെ നിന്ന് എന്റെ സാഹചര്യങ്ങളിൽ എന്റെ ബലഹീനതയെ പറഞ്ഞു മനസ്സിൽ
മനസ്സിലാക്കി എന്റെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് എന്റെ കൂടെ നിന്ന് അത്ഭുതങ്ങളെ ചെയ്ത് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ബലപ്പെടുത്തിയ ഒരു കർത്താവിനെയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ആ കർത്താവിന് ഇന്നും പ്രവർത്തിക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഈ ലോകത്തില് ഒരു സാധാരണ വ്യക്തിയെ ഹല്ലേലൂയ എത്രമാത്രം ദൈവിക പദ്ധതി പ്രകാരം ആക്കി തീർക്കുമെന്നുള്ളതാ ഹല്ലേലൂയ കർത്താവ് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ആ നഴ്സിംഗില് അതിനുശേഷം മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞപ്പോൾ ഇനി പെന്തിക്കോസിലൊന്നും ആകല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അന്നേ എനിക്ക് അറിയാമായിരുന്നു. കാരണം അവർ ആ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസം നിൽക്കുന്നതും കൊണ്ടും അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നതും കൊണ്ടും അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ എനിക്ക് അറിയാമായിരുന്നു ഇത് സത്യമാണ്, യേശുവിൻ സത്യമുണ്ട്. ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അനുകൂലമായുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്റെ നഴ്സിംഗ് പഠനം അത്ഭുതകരമായിട്ട് കർത്താവ് അവിടുന്ന് പൂർത്തീകരിക്കാൻ കർത്താവ് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ കുറച്ചു നാൾ 6 മാസം മാത്രമേ ജോലി ചെയ്തുള്ളൂ. ജോലി ചെയ്ത് കഴിഞ്ഞവിടെ 2005 ജനുവരി 8 എന്റെ വിവാഹം തീരുമാനിച്ചു. വിവാഹം എന്ന് പറയുന്ന അതും അതിശയമാണ്. ഒരു സാമ്പത്തിക സാഹചര്യവുമില്ല. എന്റെ മമ്മി ചെയ്യുന്നതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാ. കാരണം കർത്താവിലുള്ള വിശ്വാസത്തിലാ. കാരണം പിതാവിന് അത്ര ഉത്തരവാദിത്വം ഇല്ലാതൊക്കെ ഇരിക്കുമ്പോൾ ഒരാളെ ഒരു വ്യക്തിയുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു മാതാവിന്റെ ആഗ്രഹമായതുകൊണ്ടും എന്റെ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഉടനെ എന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ വിവാഹാലോചനകള് അധികമൊന്നും വന്നില്ല. രണ്ടാമത്തേതാണ് ഞാനിപ്പം വിവാഹം കഴിച്ച ഷിബു എന്ന് പറഞ്ഞ ഹസ്ബൻഡ്. അപ്പം 2005 ജനുവരി 8 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, കയ്യിൽ പേഴ്സ് കാലിയായിരിക്കുമ്പോൾ തന്നെ കാനാവിലെ കല്യാണത്തിന് യേശു വന്ന കാരണം കൊണ്ട് ലജ്ജിതരാകാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല. യേശുവിനെ ആ ഭവനത്തില് ക്ഷണിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ, അല്ലേ, അവിടെ അത്ഭുതം നടന്നതും അവിടെ ആ ചരിത്ര സംഭവം നടക്കുവാനും ഇടയായി തീർന്നത്. ആമേൻ. അതുപോലെ തന്നെയാണ് എന്റെ വിവാഹവും ഒരു കൂട്ടലോ ഒന്നുമില്ലാതെ അത്ഭുതമായിട്ട് കാനാവിലെ കല്യാണം തന്നെയാ ഞങ്ങൾ പറയുന്നത്. അത്ഭുതമായിട്ട് കർത്താവ് അത് നടത്തി തന്നു. ഹല്ലേലൂയ. ഞാൻ പറയുക, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ, ഹല്ലേലൂയ, സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തക്ക തുണയെ ഹല്ലേലൂയ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങൾ പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കതായ വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി, അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ നിങ്ങൾക്ക് ഒരുക്കി ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴികളെ തുറക്കും. ഹല്ലേലൂയ. എന്നോട് എന്റെ ഒരു കുഞ്ഞിലെ തൊട്ട്, ഞാനൊരു 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഒരു അച്ഛനുണ്ട്, എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ, മരിച്ചുപോയ KT തോമസ് അച്ഛൻ എന്നാ പറയുന്നത്. ആ CSAയിലെ ഒരു അച്ഛനാണ്, ഞങ്ങളുടെ നെയ്ബറാണ്. അച്ഛൻ എൻ്റെ അടുത്ത് പറയും, മോളെ, കുഞ്ഞുങ്ങളെ എല്ലാം അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളോട് പറയും, കൗൺസിലിംഗ് പോലെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. എന്നിട്ട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തൊട്ട് പ്രാർത്ഥിക്കണം. കാരണം അനുഗ്രഹിക്കപ്പെട്ട ദൈവഹിതമായ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വരണം. അതിനുവേണ്ടി നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അന്ന് മുതൽ 10ാം ക്ലാസ് തൊട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്റെ പിതാവിന്റെ മദ്യപാനവും വീട്ടില് ഒരു സമാധാനമില്ലാതെ എന്റെ മമ്മി കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരരുതേ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ച് ഹല്ലേലൂയ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. അതുകൊണ്ട് കർത്താവ് തക്ക സമയത്ത് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹസ്ബൻഡിനെയാണ് എനിക്ക് ലഭിച്ചത്. എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും അമ്മ നല്ല പ്രാർത്ഥനാശീലമുള്ള മർത്തോമയെ തന്നെയാണ്, പ്രാർത്ഥനാശീലമുള്ള ഒരു കുടുംബത്തിലോട്ടാണ് ഞാൻ ചെന്ന് ചേരുവാനും ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അവിടെയും അതെല്ലാം കർത്താവിന്റെ പെർഫെക്റ്റ് പ്ലാനും പദ്ധതിയുമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. ഞാനാണെങ്കിൽ കൊളംബോയിൽ നഴ്സിംഗിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ഞാൻ ജോലി ചെയ്ത് ഒരു പ്രാവശ്യത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുകയും പെട്ടെന്ന് എനിക്ക് വയറുവേദനയൊക്കെ വന്ന് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എന്റെ ലെഫ്റ്റ് ഫെലോപ്പിയൻ ട്യൂബില് കുഞ്ഞ് വളരുന്നു, ട്യൂബൽ പ്രഗ്നൻസി ആണെന്ന്
കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അന്ന് തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ആ തിയേറ്ററിൽ എനിക്ക് എന്റെ കേസ് പോസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഒത്തിരി വിഷമമായി പോയി. കാരണം ട്യൂബലില് കുഞ്ഞു വളരുകയാണെങ്കിൽ അവർക്കത് ഇവാക്യുവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർ ട്യൂബൊക്കെ കട്ട് ചെയ്തൊക്കെ കളയും. അപ്പം എനിക്ക് പിന്നീട് നമുക്ക് പ്രഗ്നൻസിക്ക് 50% ചാൻസേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒത്തിരി നിരാശപ്പെട്ട് വളരെയധികം വിഷമിച്ച് ഞാൻ ആ ബെഡിൽ കിടന്ന് കരയുക. ആരും എൻ്റെ അടുത്തില്ല, എന്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഫോൺ നമ്പർ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻസി ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് പ്രാർത്ഥിര്, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. അന്ന് ഞാൻ ഒരു നമ്പറിൽ വിളിച്ചു. എനിക്ക് ഇന്നും അറിയില്ല, ഒരു പ്രെയർ ടവർ എന്നാ പറഞ്ഞു, ഏത് നമ്പറാ എന്താന്നൊന്നും എനിക്ക് ഇന്നും അറിയില്ല. അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മറുതലെ ഞാൻ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്, സിസ്റ്ററിന്റെ ദേഹത്ത് കത്തി വെക്കത്തില്ല ഇന്നും. ആമേൻ. അതിന് ഒരു സാഹചര്യവുമില്ല. മണിക്കൂറുകൾക്ക് മുൻപേ ആണ് ഞാൻ വിളിക്കുന്നത്. ഒരു സാഹചര്യമില്ല. സർജറിക്ക് ഓൾറെഡി എമർജൻസി ആയിട്ട് പോസ്റ്റ് ചെയ്തു. കാരണം ട്യൂബൽ റപ്ചർ ഒക്കെ ആവുകയാണെങ്കിൽ ജീവഹാനി വരെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നടുത്ത് ആ ദേവദാസൻ പറഞ്ഞു, കത്തി വെക്കാൻ ഇടയാകത്തില്ല, സിസ്റ്റർ ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനം എടുത്തു, യേശുപ്പാ സ്നാനം സത്യമാണെങ്കിൽ ഞാൻ സ്നാനപ്പെടാം, അനുകൂലമായ സാഹചര്യം എനിക്ക് ഒരുക്കിയാൽ സ്നാനപ്പെടാം. എന്നിട്ട് ഞാൻ കർത്താവെ എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കാണെങ്കിൽ അവര് മെത്തോട്രിക്സ് എന്ന് പറഞ്ഞ് ഒരു മരുന്ന് തന്നായിരുന്നു, ഇഞ്ചക്ഷൻ തന്നായിരുന്നു ഈ അബോട്ടായി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കാണെങ്കിൽ ഇത് ഇവാക്യുവേറ്റ് ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുവാണ്, എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്യണം. β-HCG എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തു. ആദ്യം അത് 5000 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ വരത്തുള്ളെന്ന് പറഞ്ഞു. ഞാൻ തിയേറ്ററിലോട്ട് വരത്തുള്ളൂ. വേറെ കേസ് എടുത്തു. ഞാൻ ഒരിടത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നതും കൊണ്ട് ഞാൻ പറഞ്ഞത് ആ മാം കേട്ടു. അങ്ങനെ എന്റെ അത് പോസ്റ്റ്പോൺ ചെയ്ത് കുറച്ച് മണിക്കൂറേക്ക്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് വന്നപ്പോൾ ആക്ച്വലി ഈ β-HCG വൺസ് അബോർഷൻ നടന്നാൽ പോലും ബ്ലഡിലാണെങ്കിൽ പ്രഗ്നൻസിയുടെ അത് സൈൻ കുറച്ച് കാണിക്കാനായിട്ട് കുറെ ചിലപ്പം ദിവസങ്ങൾ എടുക്കുമായിരിക്കും അതിന്റെ ലെവൽ കുറഞ്ഞു വരാനായിട്ട്. പക്ഷെങ്കില് എന്റെ 5000 കടന്നത് രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ വെറും 500 ആയിട്ട് അത് മാറി. അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് എടുത്തപ്പോൾ എന്റെ ആ ട്യൂബലിൽ കടന്ന ആ ഫെലോപ്യൻ ട്യൂബിൽ കടന്ന സാക്ക് റിമൂവ് ആവുകയും ചെയ്തു. ആമേൻ. അത്ഭുതമായിട്ട് കർത്താവ് എന്റെ ദേഹത്ത് കത്തി വെക്കാൻ അനുവദിച്ചില്ല. ആമേൻ. സ്തോത്രം. അവിടെ വീണ്ടും ഞാൻ തീരുമാനം എടുത്തു. എന്റെ വീട്ടിലൊക്കെ എന്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന്. പക്ഷേ അത്രമാത്രം അനുകൂലമായിട്ടുള്ള റെസ്പോണ്ട് അല്ലായിരുന്നു അന്ന് അവിടെ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് അത് സ്നാനപ്പെടാനോ കർത്താവിനായിട്ട് നിൽക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവിടൊക്കെയും ഞാൻ നിൽക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും എന്നെ വിട്ട് മാറിപ്പോയതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കർത്താവിന് എന്നെ അത്ര ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെ ഇഷ്ടമാണെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുക, ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് സ്വർഗത്തിന്റെ കൺസേൺ എത്രമാത്രം ഉണ്ടെന്നുള്ളതാ. ആ വ്യക്തിനെ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്താ തരുന്നേ? അവസാന നാളില് ആ പിതാവിന്റെ വലതുഭാഗത്ത് പോയി നിൽക്കുന്നിടം വരെ നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ് അത്രമാത്രമുണ്ട് സ്വർഗത്തിന്റെ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇന്നോ നാളെയോ അവസാനിക്കുന്ന ഒരു പദ്ധതിയോ ഒരു സെലക്ഷനോ അല്ല യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താവിനുള്ളതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര നിങ്ങൾ തെറ്റി മാറിപ്പോയാലും, എത്ര അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടായാലും, ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങളെ കുറിച്ച് ദൈവത്തിനുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളെ ആ സ്വർഗ സ്ഥലത്ത് എത്തിക്കുന്നിടം വരെ ഹല്ലേലൂയ ആ പദ്ധതിക്ക് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകളാണ് എപ്പോഴും മാറ്റം വരുന്നത്, അല്ലെ? ഒരു വ്യക്തിക്ക് നമ്മളെ ഒരു പക്ഷെങ്കിൽ നിന്നെ ഒരു സ്ഥാനത്ത് എത്തിക്കാമെന്ന് പറയും. പക്ഷെ നമ്മുടെ സ്വഭാവത്തിന് ഒരു പാകപ്പിഴകൾ വന്നാൽ എപ്പോഴും വേണേലും തീരുമാനങ്ങളെ മാറ്റാനൊക്കെ പറ്റും. പക്ഷെങ്കില് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആദ്യവും അന്ത്യവും അറിയുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, ഒരു തെരഞ്ഞെടുപ്പ് ഒരു വ്യക്തിയെ കുറിച്ച് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് പെർഫെക്റ്റ് ആ സമയങ്ങളിലെല്ലാം
നമ്മൾ മാറിപ്പോകുന്ന സാഹചര്യങ്ങളും നമ്മളെ വിട്ടു മാറിപ്പോകുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. കൂടെ നിന്ന് പരിപാലിച്ച് സംരക്ഷിച്ചിട്ട് ആ സ്നേഹം മനസ്സിലാക്കി വിളിച്ച് കർത്താവ് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന ആ വാതിൽ തുറക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവ് അത്ര പേഷ്യൻസ് ആയിട്ട് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയ മകളെ, പല സാഹചര്യങ്ങളും നമ്മളെ മനസ്സിലാക്കുക, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ആ സാഹചര്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചോണ്ടേ, നീ നേരത്തെ തീരുമാനം എടുത്തിട്ട് നീ മാറിപ്പോയവളല്ലേ എന്ന് ഓർത്തിട്ട് എന്നെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെങ്കില് കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞില്ല. അവിടെ ഞാൻ അടുത്ത നിമിഷം ഒന്നും സ്നാനപ്പെടത്തില്ല എന്നുള്ള എന്റെ സാഹചര്യം എല്ലാം കർത്താവിന് അറിയാം. എന്നിട്ടും എന്നെ കൈവിട്ടില്ല കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹം അത്ര വലുതാ. യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത്രമാത്രം സ്നേഹസമ്പന്നനായ ഒരു യേശു, അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹമാണ് നമ്മളോടെന്നുള്ളത് മനസ്സിലാകാനിടയായി തീരും. അതിനുശേഷം ഞാൻ അവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എന്റെ ഹസ്ബൻഡും ദുബൈയിലായിരുന്നു വർക്ക് ചെയ്തത്. ജോലി കളഞ്ഞ് നാട്ടിൽ വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്, ആൺ തലമുറയെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതും ഒരു വിവാഹം നടന്നിട്ടും മക്കൾ ഉണ്ടാകാത്തവരുടെ വേദന എന്ന് പറയുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പലരുടെയും മുന്നിൽ അപമാനിതയായിട്ട് നിന്നിട്ടുണ്ട്, തല കുനിച്ച് നിന്നിട്ടുണ്ട്, ആരും കാണാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഞാന് ഭിത്തിയെ തലയടിച്ച് കരയേണ്ട അനുഭവം പോലെ വന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വരുന്നുണ്ടേ, ആൾക്കാർ കൂടുന്നിടത്തുനിന്ന് ഓടി ഒളിച്ച അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷെങ്കില് എന്റെ ലജ്ജയെ കണ്ട ഒരു കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്നാ മാനിച്ചത്. ഹല്ലേലൂയ. ഞാൻ എവിടെ ലജ്ജിതയായോ ഒരു വ്യക്തിയുടെ മുന്നിലായിരിക്കും ഞാൻ ചിലപ്പം തല കുനിച്ചത്, പക്ഷെ എന്റെ കർത്താവിന് അത് വിലപ്പെട്ടതാ. ഹല്ലേലൂയ. ദൈവ പൈതലായ നമ്മള് ഒരാളുടെ മുന്നിൽ ഹല്ലേലൂയ ലജ്ജിച്ച് തല താഴ്ത്തപ്പെടുവാണെങ്കിൽ സ്വർഗത്തിന്റെ പദ്ധതി പ്രകാരം നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സ്വർഗത്തിന്റെ കൺസേൺ അത്ര വലുതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ പ്രൂവ് ചെയ്യിപ്പിക്കും. പലപ്പോഴും പലരും വിശ്വാസത്തിലായതിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്നുള്ള ചോദ്യമായിട്ട് 100 പേര് നമ്മുടെ മുന്നിൽ ചുറ്റും നിന്ന് ചോദിക്കുമായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, സാധാരണക്കാർക്ക് എല്ലാം നല്ലതാണല്ലോ, നിങ്ങളെ വിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ മൗനമായിരിക്കുന്നേ? ഒന്നും മറുപടി പറയണ്ട. ഹല്ലേലൂയ. ഒന്നും പറയണ്ട. തക്ക സമയത്ത് ആ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടി അയച്ച് ഹല്ലേലൂയ അവരെ കൊണ്ട് മിണ്ടാതാക്കിപ്പിക്കുന്ന വിധേന കർത്താവ് നമ്മളെ തെളിയിക്കും. ഹല്ലേലൂയ. നമ്മുടെ ശ്രമം ഒന്നും അതിൻ്റെ അകത്ത് ഒരു പ്രശസ്തിയുമില്ല. നമ്മൾ ചെയ്യേണ്ടതിനൊന്നും ഒരു പ്രശസ്തിയുമില്ല. മൗനമായി ഇരുന്നാ മതി. എല്ലായിടത്തും നമുക്ക് ഒരുപക്ഷെ മറുപടി പറയാൻ പറ്റത്തില്ല. ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് എല്ലാത്തിനും മറുപടി പറയണ്ട. നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ. അപ്പം മറ്റുള്ളവർ പറയുമായിരിക്കും, അവര് വിഡ്ഢികളാണെന്ന്. അങ്ങനെ പറഞ്ഞോട്ടെന്നേ. ആർക്കാണ് അതാരാ കേൾക്കുന്നത്? കർത്താവ്. നിങ്ങൾ ആരുടെ നാമത്തിലാണ് നിങ്ങൾ മൗനമായിട്ടിരിക്കുന്നത്? ദൈവനാമത്തിലാണ് നമ്മൾ മൗനമായിട്ടിരിക്കുന്നത് എങ്കില് ഹല്ലേലൂയ അതിനെ പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം സ്വർഗത്തിൻ്റെതാ, ദൈവത്തിന്റെ പദ്ധതിയാ അത്. ഹല്ലേലൂയ. അത് തന്നെ നടക്കുവാനിടയായി തീരും. ആമേൻ. അങ്ങനെ കർത്താവ് എനിക്ക് 5 വർഷത്തിന് ശേഷമാണ് ഒരു ആൺകുഞ്ഞിനെ തന്നത്. ഹല്ലേലൂയ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എന്റെ 2 സഹോദരങ്ങൾ മരണപ്പെട്ടു. അതിനിടെ എന്റെ പപ്പ വിവാഹം കഴിഞ്ഞു 2 വർഷം ഉള്ളപ്പം പപ്പ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, സൈലന്റ് അറ്റാക്ക് ആയിട്ട് പെട്ടെന്ന് മരണപ്പെടുവായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എന്റെ ഭവനത്തിൽ എന്തോ ശാപമുണ്ട്. അതുകൊണ്ടാണ് 2 ആൺ തലമുറ പെട്ടെന്ന് എന്റെ പപ്പായുടെ മരണം. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വരും. ഞാൻ അങ്ങനെ ഒരു ആലോചന കേൾക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ശാപം നിറഞ്ഞ ഭവനം എന്നുള്ളത്. ഇത് എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് അതങ്ങ് വിശ്വസിച്ചെന്ന് ഞാൻ പറയാം. വിശ്വസിച്ചു, ഞാൻ അത് ചിന്തിച്ചു, ഞാൻ തന്നെ അത് വിളിച്ചു വരുത്തി എന്റെ ജീവിതത്തിൽ. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തില് സുവിശേഷം എന്ന് പറഞ്ഞാല് നല്ല വിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വിശേഷം ഒരു വ്യക്തിയോടടുത്ത് ഒരു വചനത്തിന്റെ ഒരു ആഴം ഒരു വചനം നമ്മൾ പറയുമ്പോൾ അവർക്ക് ആത്മീയ വർധനവ് വരണം, അവർക്ക് സമാധാനം അവരുടെ ജീവിതത്തിന്മേൽ വരണം.
ഇല്ലാതെ കേൾക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഒരു വ്യക്തി നിങ്ങളോട് ആലോചന പറഞ്ഞാലും നിങ്ങൾ പോയി നിങ്ങളുടെ പേഴ്സണൽ പ്രേയറിൽ കർത്താവുമായിട്ട് സംസാരിക്കണം. കർത്താവിനോട് കർത്താവേ, അങ്ങയുടെ ഹിതം, ആവശ്യമില്ലാത്ത ഒറ്റ കാര്യം പോലും നിങ്ങൾ അത് ഏറ്റെടുക്കാൻ പോകരുത്. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞാനത് ഭയന്നു. അന്ന് ഭയന്നത്, എനിക്ക് ഡെലിവറി കഴിഞ്ഞു, ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പണ്ടത്തെ വിശ്വാസമാണ്, ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ തലയുടെ കീഴെ വെച്ചിട്ടുണ്ടെങ്കിൽ പിശാച് വരത്തില്ല, ബൈബിള്, കുർബാനക്രമം, അങ്ങനെയുള്ള എല്ലാ സാധനവും എൻ്റെ കുഞ്ഞിന്റെ തലയുടെ അടിയിൽ, എന്റെ തലയുടെ അടിയിൽ ഒക്കെ വെച്ചാണ് കിടന്നുറങ്ങത്തുള്ളൂ. പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഭയന്നത് തന്നെ എന്റെ ജീവിതത്തിന്മേൽ വരാനിടയായി തീർന്നു. 3 മാസമുള്ളപ്പോഴ് എന്റെ കുഞ്ഞിന് ഫിറ്റ്സ് വന്നു. കണ്ടിന്യൂസ് ഫിറ്റ്സ്. ഒരു ദിവസം ഈ 3 മാസം ഉള്ളപ്പോ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കുഞ്ഞ് അനങ്ങാതെ ഒരു മരിച്ച അവസ്ഥയിൽ എന്റെ കയ്യിലിരിക്കുക. യേശുപ്പാന്ന് അന്നും വിളിക്കുന്ന, യേശുപ്പാന്ന് വിളിച്ച് ഞാൻ അലറിക്കൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തോണ്ട് അടുത്ത വീട്ടിൽ പോയി. കാരണം എനിക്ക് തോന്നി എന്റെ ഭവനത്തിന്റെ ശാപം ഈ കുഞ്ഞിന്മേ വന്നു, ഇനി ഈ കുഞ്ഞിന് രക്ഷയില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഓടി അടുത്ത വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് മണിക്കൂർ ഇരുന്നു. ഈ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. തിരിച്ച് ഞാൻ എന്റെ ഭവനത്തിൽ വന്നു, കാലിയോട്ട് ഇപ്പം വീണ്ടും ഈ കുഞ്ഞിന് ഫിറ്റ്സ്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീണ്ടും ഞാൻ അയലോക്കത്തെ വീട്ടിലോടി. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല, എന്നെ എളുപ്പം കൊണ്ടുപോയി വിടുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഈ കുഞ്ഞിന് ചെയ്യാത്ത ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നുമില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തു, പക്ഷെ ഈ കുഞ്ഞിന് ഫിറ്റ്സ് മാറുന്നില്ല. അപ്പം ഫിറ്റ്സിന്റെ മരുന്ന് 2 മരുന്ന് 3 നേരം കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ഡോസ് എങ്ങാനും തുപ്പിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ടെൻഷനാണ്. കാരണം ഈ കുഞ്ഞിന് അന്നേരം തന്നെ ഫിറ്റ്സ് വരും. ഒരു ദിവസം 12 പ്രാവശ്യം 13 പ്രാവശ്യമാണ് ഫിറ്റ്സ് വരുന്നത്. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ. ഞാനാണെങ്കിൽ നിരാശയെന്ന് പറയുന്നത്, നിരാശയുടെ പടികുഴി ഞാൻ ചെന്നുപെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഭയം ഇപ്പുറത്ത്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്, എല്ലാം കൂടെ ചേർന്ന് മാനസികമായിട്ട് അത്രമാത്രം തകർന്നു നിൽക്കുന്ന അനുഭവം. അങ്ങനെ ദൈവത്തെയാണ് ഞാൻ അന്ന് പരാതി പറയുന്നത്. ദൈവത്തോട് ഞാൻ പരാതി പറയുക, എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ദൈവത്തിന് തൃപ്തിയായില്ലേ എന്നെ പരീക്ഷിച്ചിട്ട്. അങ്ങനെ ഞാൻ പരാതിയും പരിഭവമായ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിന്മേൽ. എന്നിട്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു സൗഖ്യവും നടക്കുന്നില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. മാനസികമായിട്ട് ഞാൻ അത്രമാത്രം തകർന്ന്, രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല. അങ്ങനെയാണ്. എപ്പം കുഞ്ഞിന് ഫിക്സ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉണർന്നിരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. ഈ കുഞ്ഞിന് നൂരയും പതയും എല്ലാം വായിന്ന് വന്നും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും, എത്ര ഡ്യൂറേഷൻ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചാ പറയുന്നത്. കാരണം ഒത്തിരി ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്രയും സമയം കുഞ്ഞിന്റെ സെൽസിനുള്ളില്, ബ്രെയിൻ സെൽസിനുള്ളില് ഓക്സിജൻ ചെന്നിട്ടില്ലെങ്കിൽ കുഞ്ഞിന് ആ സെൽസ് ഡാമേജ് ആയിട്ട് അത് ബുദ്ധിമാന്ദ്യം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കാണുന്നതും എല്ലാം ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളും ഒക്കെയാ. അപ്പം അവിടെ ചെക്കപ്പിന് വരുന്നതെല്ലാം പുഷ്പഗിരിയിലായിരുന്നു കുഞ്ഞിനെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്റെ ജീവിതത്തിന്മേൽ ഒരു പ്രതീക്ഷയുമില്ല, ഒരു ഹോപ്പുമില്ല. വിളിയും തെരഞ്ഞെടുപ്പും എന്നെ പണ്ട് തൊട്ടതും ഒക്കെ ഞാൻ അങ്ങ് മറന്നുപോയി. കാരണം സാഹചര്യമായി എന്റെ മുന്നിൽ വലുതായിട്ട് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം എന്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമുക്ക് ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാം, ദൈവം ആ കുഞ്ഞിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് തിരുവല്ലായിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയെ ഞങ്ങൾ പോകാനിടയായി തീർന്നു. അവിടെ ചെന്ന് അവിടെ കയറി ആ ഹോളിന്റെ ഏറ്റവും പുറകിലായിരുന്നത്. അവിടെ ഇരുന്നു. അവിടെ കേട്ട ഒരു വചനം എന്റെ ജീവിതത്തിന്മേല് എന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. എന്നെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. നിരാശപ്പെട്ട് കണ്ണുനീര് മാത്രമായിട്ടിരുന്ന ഞാൻ അവിടെ കേട്ട ഒരു വചനം ഇങ്ങനെയാണ്: ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിലെ പിതാവ് എത്ര അധികം എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഇത്രയും കൺസേൺ ആണെങ്കിൽ എന്റെ ദൈവത്തിന്
എന്നെക്കുറിച്ചും എൻ്റെ കുഞ്ഞിനെ കുറിച്ചുമുള്ള കരുതൽ എത്രമാത്രം ഉണ്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കണ്ണുനീരിന്റെ ആഴം കുറഞ്ഞു. ഹല്ലേലൂയ. അതിന് പകരമായിട്ട് ആ വചനം എനിക്ക് സമാധാനം തന്നു. ആ വചനം എനിക്ക് സ്വസ്ഥത തന്നു. ആ വചനം എന്നെ ബലപ്പെടുത്തി എന്ന് പറയാം. ഹല്ലേലൂയ. അവിടുന്ന് ഞാൻ ഒരു നിരാശയായിട്ടുള്ള ഒരു ആൻസിയായിട്ടല്ല ഞാൻ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അവിടെ എന്നെ ആരും തലേ കൈവച്ചൊന്നുമില്ല, പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷെ കേട്ട ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിന്മേൽ അത്രമാത്രം വ്യത്യാസം ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. അതെന്റെ ഉള്ളില് വലിയൊരു മാറ്റം ഉണ്ടായി. ഞാൻ അവിടുന്ന് ഇറങ്ങിയത് വളരെ ബലത്തോടെ ഇറങ്ങി. ഞാൻ അന്ന് തീരുമാനിച്ചു, എൻ്റെ യേശുവിനെ എന്ത് സാഹചര്യമാണെങ്കിലും ആരൊക്കെ എനിക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ ഹല്ലേലൂയ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുമെന്നുള്ള തീരുമാനത്തോടെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം എനിക്ക് അനുകൂലമായിട്ട് ആരുമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടെ ഹല്ലേലൂയ അവിടെ ഒരു സഭയില് ഞാൻ സ്നാനപ്പെടാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പലപ്പോഴും തെറ്റി ഒലഞ്ഞ് ഞാൻ പോയപ്പോഴും ദൈവത്തിന്റെ ഹല്ലേലൂയ യഥാർത്ഥ വിളിയെ, തെരഞ്ഞെടുപ്പിനെ എന്നെ കുറിച്ചുള്ളത് തക്ക സമയത്ത് എൻ്റെ ഹൃദയത്തിന്റെ അതുവരെയും വാതിൽ വന്ന് മുട്ടിക്കൊണ്ടിരുന്ന കർത്താവിന് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയ വാതിലുകളെ തുറന്നു കൊടുക്കാനായിട്ടുള്ള ഭാഗ്യം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിന്മേൽ തന്നു. ഞാൻ പറയട്ടെ, അന്നു മുതൽ ഇന്ന് വരെയും യേശുവിന്റെ സന്നിധിയില് വിശ്വസ്തയോടെ നിൽക്കുവാനായി കർത്താവ് എന്നെ ഇടയാക്കി തീർത്തു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ. പക്ഷെങ്കില് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഹല്ലേലൂയ, കർത്താവ് ഞങ്ങളെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ഹല്ലേലൂയ കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആരും നമുക്ക് അനുകൂലമില്ലായിരിക്കും, ഹല്ലേലൂയ, ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനില്ലായിരിക്കും. പക്ഷെങ്കില് നിങ്ങളുടെ വീട്ടില് ഹല്ലേലൂയ ഒരു പ്രാർത്ഥന ഭായുണ്ടോ? അവിടെ നിങ്ങൾ ഇരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടെ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തെ യഥാർത്ഥമായിട്ട് പകരാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടെ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അങ്ങനെയാണ് ഹല്ലേലൂയ യേശുവില് വിശ്വസിച്ചു. എനിക്ക് അവിടെ കേൾക്കുന്ന ഓരോ ദിവസവും കൂട്ടായ്മയെ പോകുന്നത് താല്പര്യത്തോടെ. ഈ കുഞ്ഞിനെ എടുത്തോണ്ട് വാഹനത്തിൽ ബസ്സിൽ കയറി ഞാൻ പോകും. എനിക്ക് എടുത്തോണ്ട് പോലും പോകാൻ അറിയത്തില്ല കുഞ്ഞിനെയും കൊണ്ട്. അന്ന് എൻ്റെ മമ്മി രാജസ്ഥാനി മമ്മിയുടെ അനിയത്തിയുടെ അടുത്ത് പോയേക്കുവാ. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ഞാൻ പോകുന്നത് റാന്നിയിലാ പോകുന്നത് ആരാധനയ്ക്ക്. എനിക്ക് കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ല, വണ്ടി കയറി നിൽക്കാൻ അറിയത്തില്ല. പക്ഷെ ആ യേശുവിനോടുള്ള സ്നേഹം എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു സാഹചര്യവും എന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ഫിറ്റ്സ് അന്നേരം നടന്നുകൊണ്ടിരിക്കുക, ഫിറ്റ്സ് വരുന്നുണ്ട്. പക്ഷെങ്കില് ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, ഈ കുഞ്ഞിന് ഞാൻ തന്നെ ദേഹത്ത് കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ എന്ന് ഓരോ ദിവസവും ഫിറ്റ്സ് വരുമ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞ് കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, അങ്ങനെ ഫിറ്റ്സിന്റെ അളവ് കുറഞ്ഞു. 12 പ്രാവശ്യം എന്നുള്ളത് 11 പ്രാവശ്യമായി, 8 പ്രാവശ്യമായി. ഇങ്ങനെ അളവ് കുറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ ഞാൻ തീരുമാനിച്ചു, ഈ മരുന്ന് 5 വയസ്സ് വരെ കൊടുക്കണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെങ്കില് 8-ാം മാസം ഉള്ളപ്പോഴ് വിശ്വാസത്തിൽ ഒന്നിച്ച് ആ മരുന്ന് നിർത്താൻ പറ്റത്തില്ല. ടാപ്പർ ചെയ്ത് ഡോസ് കുറച്ച് നിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡോസ് കുറച്ച് ഒരു മരുന്ന് ആദ്യം നിർത്തി, രണ്ടാമത്തെ മരുന്ന് നിർത്തി. 8-ാം മാസം ഉള്ളപ്പം കുഞ്ഞിനെ കംപ്ലീറ്റ്ലി മരുന്ന് മൊത്തം സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് അവന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും പിന്നീട് കുഞ്ഞിന് ഫിറ്റ്സ് വരാൻ കർത്താവ് അനുവദിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് അത്ര വിശ്വസ്തനാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എവിടെ ശാപമെന്ന് പറഞ്ഞു ആ ഭവനത്തിൽ ഞാൻ വരാം. കാരണം ഒരു ദൈവ പൈതല് ഒരു ഭവനത്തിൽ കാല് ചവിട്ടിയാല് ആ ഭവനത്തിന്റെ അന്തരീക്ഷം മാറും എന്നുള്ളത് വാഗ്ദത്തമാ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, യേശുവിലായ ഞാൻ കാല് ചവിട്ടിയാൽ എൻ്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറുമെന്ന്. അങ്ങനെ എവിടെ ശാപം എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചോടിയോ ആ ഭവനത്തിൽ ഞാൻ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവിടെ നിന്നു. ആ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ദുബൈയിൽ കയറി വരുന്നത്. ഇവിടെ ശാപം എന്ന് പറഞ്ഞു ആ ഭവനത്തിൽ എൻ്റെ മമ്മീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ദുബൈയിൽ ജോലിക്കായിട്ട് കടന്നു വരുന്നത്. ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസം, പഠിച്ചതോ ജോലിയും എല്ലാം
എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമായിരുന്നു. പക്ഷെങ്കിൽ യേശു ഓരോന്നും എനിക്ക് വേണ്ടി റീസ്റ്റോർ ചെയ്യാൻ തുടങ്ങി. എന്റെ നഷ്ടങ്ങളെ എല്ലാം എന്റെ യേശു കൂടെ നിന്ന് റിസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയാണ് വിസിറ്റിംഗിൽ ഞാൻ ദുബൈയിൽ കടന്നു വരുന്നത്. ദുബൈയിൽ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ലൈസൻസിന്റെ എക്സാം എനിക്ക് പാസ്സാകാനുള്ള കൃപ കർത്താവ് ഒരുക്കി. വരുന്നതിന് മുമ്പേ കർത്താവിന്റെ ഒരു വാഗ്ദത്തം ഒരു ദേവദാസൻ മുഖേന പറഞ്ഞിരുന്നു, ഗവൺമെന്റിലാണ് ഇവിടെ ജോലി ഒരുക്കുന്നതെന്ന്. അപ്പൊ അന്നേരം തന്നെ ഞാൻ വിശ്വാസത്താൽ അത് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി ഗവൺമെന്റിൽ ജോലി തരുമെന്ന്. പക്ഷെ ആദ്യത്തെ വിസിറ്റിന് വന്നു പോയപ്പം എനിക്ക് ജോലി ഇല്ലാതെ ഞാൻ പോയത്. പക്ഷെങ്കില് അതിൽ ഞാൻ നിരാശപ്പെട്ടില്ല. കാരണം ഓരോ ദിവസവും ഞാൻ ഈ വാഗ്ദത്തത്തെ വിളിച്ചു പറയുമായിരുന്നു. യേശുവിന്റെ നാമത്തിലാണ് വാഗ്ദത്തത്തെ ഞാൻ വിളിച്ചു പറയുമായിരുന്നു. എനിക്ക് ഗവൺമെന്റിൽ തന്നെ ജോലി കിട്ടുമെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഒരു ഗവൺമെന്റ് സ്ഥാപനം പോലും ബോർഡ് കണ്ടാൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ ഗവൺമെന്റ് സ്ഥാപനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മറ്റുള്ളവർ എന്നെ പരിഹസിക്കും, എടി ആൻസി ഇതേ ഒരു ബോർഡ് കാണുന്ന അനുഗ്രഹിക്കുന്നില്ല എന്ന് ചോദിക്കും. ഞാനും അവരുടെ മുന്നിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കാരണം ഞാനല്ല ലജ്ജിക്കപ്പെടുന്നത്, കർത്താവിന്റെ വാഗ്ദത്തമാണ് എന്റെ ജീവിതത്തിന്മേൽ അത് നൽകി തരിക എന്നുള്ളത്. ആ വാഗ്ദത്തത്തെ ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവിന്റെ ഹിതമെങ്കിൽ തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഒരുക്കുമെന്നും എനിക്കറിയാം. അങ്ങനെ ഒരു വിശ്വാസിന്റെ പ്രവൃത്തിയും ചെയ്തു. പ്രൈവറ്റിലൊന്നും അധികം ഞാൻ എന്റെ CV കൊടുത്തില്ല. ഒരിടത്ത് മാത്രമേ കൊടുത്തുള്ളൂ, സുലേഖയില്. വേറെ എവിടെ അങ്ങനെ പ്രൈവറ്റിലൊന്നും ഒത്തിരി ഞാൻ CV ഒന്നും കൊടുത്തില്ല. അത് രണ്ടാമത് വിസിറ്റിന് വന്നു. ഇവിടെ ഞാൻ ആദ്യത്തെ വിസിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് 1 month കഴിഞ്ഞ് രണ്ടാമത്തെ വിസിറ്റിന് വന്നു. അങ്ങനെ വന്നു ഒരാഴ്ചക്കുള്ളില് കർത്താവ് എനിക്ക് ഇവിടുത്തെ ദുബൈ ഹോസ്പിറ്റലിൽ ഗവൺമെന്റിലേക്ക് ഇന്റർവ്യൂവിന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ ജോലിക്ക് വിളിച്ചു. അപ്പൊ ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, വാഗ്ദത്തം കർത്താവ് എനിക്ക് വേണ്ടി ഗവൺമെന്റിൽ ഒരുക്കിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് ഇന്റർവ്യൂ കിട്ടി. ഞാൻ ഇന്റർവ്യൂ നന്നായി പെർഫോം ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ജോലി കിട്ടിയെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പം എന്നെ ഇവര് തിരിച്ചു വിളിക്കാതിരുന്നിട്ട് ഒരു നമ്പർ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുക. ഓഫീസിൽ അന്ന് ആരോ എനിക്ക് തന്ന ഒരു നമ്പറിൽ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, യുവർ ഫയൽ ഗോട്ട് റിജക്റ്റഡ് എന്ന്. നിന്റെ ഫയൽ റിജക്റ്റ് ആയി, നിന്നെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്തിട്ടില്ലെന്ന്. എനിക്ക് വളരെ ഒത്തിരി വിഷമമായിപ്പോയി. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്ത പൂർത്തീകരണം പ്രാപിച്ചു, അത് ലഭിച്ചു. പക്ഷെ എനിക്കത് കിട്ടിയില്ല. വളരെ വിഷമിച്ച് വളരെ സങ്കടപ്പെട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം ഞാൻ അല്പനേരം കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുവാണ്. ഉറക്കത്തിൽ എന്നോട് ആരോ പറയുവാണ്, നീ പോയി ഗുഡിനോ മാഡത്തിനെ കാണ്. എന്നിട്ട് ഞാന് അന്ന് വർക്ക് ചെയ്ത ആ അറ്റ്മോസ്ഫിയർ പോലെ ക്ലിനിക്കൽ അറ്റ്മോസ്ഫിയർ ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പം 10 മണി ആയതേ ഉള്ളൂ. അപ്പൊ അന്ന് എന്റെ ഹസ്ബൻഡ് എന്റെ ഇലക്ട്രിസിറ്റിക്ക് ബില്ലടയ്ക്കാനായിട്ട് പൈസ തന്നു. ആ പൈസയും കൊണ്ട് ഞാൻ ടാക്സി വിളിച്ചിട്ട് ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ പോയി ആ മാമിനെ കണ്ടപ്പം മാം എന്റെ ഫയൽ കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഫയല് OT സ്റ്റോറിലോട്ടാണ് സെലക്ട് ചെയ്തത്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ അങ്ങോട്ട് ഞങ്ങൾ ഇടത്തില്ല, അതുകൊണ്ട് ഫയൽ റിജക്റ്റഡ് ആണ്. ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുമാതിരി ഇങ്ങനെ നിന്നിട്ട് യേശുപ്പ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ വന്നത്, ഇവരെന്നോട് ഇങ്ങനാണല്ലോ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ എന്നെ മൈൻഡ് ചെയ്യാതെ ആ മേഡം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നും പറഞ്ഞില്ല. ശബ്ദം ചുണ്ടനക്കാതെ ഞാൻ അവിടെ നിന്ന് അന്യഭാഷയിൽ ഇങ്ങനെ അവർക്ക് നേരെ ആരും കാണാതെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴ് സംസാരിച്ചിട്ട് വെച്ചിട്ട് ഇവര് അത്രയും നേരം റൂഡായിട്ട് നിന്ന ആ മേഡം പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുവരെ നീ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം എനിക്കൊരു ജോലി ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് ആ സ്റ്റോറിലാണേലും വർക്ക് ചെയ്യാൻ താല്പര്യം, എന്നെ അവിടെ ഇടാമോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, അവിടെ ഞങ്ങൾ ഇടത്തില്ല. വൺസ് UAE അന്നത്തെ റൂൾ എന്ന് പറഞ്ഞാൽ വൺസ് ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ആ സെയിം കാൻഡിഡേറ്റിന് അടുത്ത് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണേ 1 ഇയറേലും ഗ്യാപ്പ് വേണം. പക്ഷെ എന്നിട്ട് അവർ അല്പനേരം മൗനമായി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഒരു കാര്യം ചെയ്യ്, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം, ഒരു ഇന്റർവ്യൂടെ ഞാൻ നിനക്ക് ഷെഡ്യൂൾ ചെയ്യാം. അതിൽ നീ പാസ് ആയിട്ടുണ്ടെങ്കിൽ
നിനക്ക് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു. അത്രയും നേരം റൂഡായിട്ട് നിന്ന ആ വ്യക്തി സോഫ്റ്റ് ആകാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ എന്നെ രണ്ടാമത് ഇന്റർവ്യൂവിന് വിളിച്ചു, ഒരാഴ്ചക്കുള്ളിൽ വിളിച്ചു. അവിടെ എനിക്ക് ഗവൺമെന്റിൽ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിൽ എനിക്ക് ജോലി ലഭിക്കാനും കർത്താവ് ഇടയായി തീർന്നു. ആമേൻ. ഞാനത് കർത്താവിന്റെ ഒരു വിശ്വസ്തതയും കൂടെ ഞാൻ പറയുവാണ്. ഞാൻ കുഞ്ഞുനാളിലെ മുതലേ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡയറിയിൽ എഴുതിയിടാറുണ്ട്. യേശുപ്പ എനിക്ക് ഇങ്ങനെ 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 എനിക്ക് ലോകത്തിലെ എനിക്ക് ആശ്രയിക്കാനും പറയാനും എന്റെ സാഹചര്യങ്ങളിൽ എന്റെ കൂടെ നിന്നത് എന്റെ യേശു മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യന്റെ എല്ലാ പരിമിതികളും ഞാൻ മനസ്സിലാക്കിയതാണ് ചെറുപ്പം മുതലേ. അപ്പം എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് യേശുവിനോടാ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടു. അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ തനിയെ ഇരുന്നപ്പോൾ ഒരു ഡയറിയിൽ എഴുതിയിട്ടതാണ്. ഒരു നേഴ്സായി ഞാൻ എഴുതിയിട്ടതാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ വയ്യ യേശുപ്പ, എനിക്ക് പബ്ലിക് ഹോളിഡേസ് ഒക്കെ അവധി തരണേ, ഫ്രൈഡേ സാറ്റർഡേ അവധി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിൽ ഞാൻ എഴുതിയിട്ട ആ കാര്യത്തെ അറ്റസ്റ്റ് ചെയ്താണ് എനിക്ക് ജോലി തന്നത്. ഹല്ലേലൂയ. ദുബൈ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ലഭിക്കുമായിരുന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എല്ലാം എനിക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലായതുകൊണ്ട് എനിക്ക് എല്ലാ പബ്ലിക് ഹോളിഡേയും ലീവും ഫ്രൈഡേ സാറ്റർഡേ ലീവും കഴിഞ്ഞ 13 വർഷമായിട്ട് നൈറ്റ് ചെയ്യാതാ ഞാൻ ജോലി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു നേഴ്സായ ഞാൻ. ആമേൻ. അതാ കർത്താവിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഓരോ നിമിഷവും എക്സ്പീരിയൻസ് ചെയ്തതാണ് എന്റെ യേശുവിനെ. ഹല്ലേലൂയ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഒരു വ്യക്തി എനിക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ജീവിതത്തിന്മേല് എന്റെ ഡെയിലി ജീവിതത്തിന്മേല് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത യേശുവാണ്. ഹല്ലേലൂയ. ഓരോ നിമിഷവും എന്റെ കർത്താവിന് ഈ ലോകത്തിന്റെ മുന്നിൽ അസാധ്യമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ വിശ്വസിച്ചാൽ മതി. പലപ്പോഴും ഞാൻ പറയും പൊട്ടനെ പോലെ വിശ്വസിച്ചാൽ മതിയെന്നേ. ലോജിക്ക് നോക്കുമ്പോൾ ഒന്നും ലോജിക്ക് കാണത്തില്ല. ഒരു കാര്യവുമില്ല. ഒരു സയന്റിഫിക്കലി അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെയും ലോജിക്ക് കാണത്തില്ല. ശുദ്ധ മണ്ടത്തരം എന്നായിരിക്കും ലോക മനുഷ്യന് തോന്നുന്നത്. പക്ഷെങ്കില് ആ ശുദ്ധ മണ്ടത്തരത്തെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, ആ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് മൗനമായിട്ടിരിക്കാൻ കഴിയുമെങ്കിൽ തക്ക സമയത്ത് കർത്താവ് അതിനുള്ള മറുപടി നമുക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനാണ് കർത്താവ് അങ്ങനെ എന്നെ അത്ഭുതമായിട്ട് നടത്തി. അനുഗ്രഹമായിട്ട് രണ്ടാമത് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. ഡാരിയ മോള്. ഇന്ന് അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ കുഞ്ഞ് ഡാനിയ ഇപ്പോൾ 7 വയസ്സുണ്ട്. അവളുടെ ജീവിതത്തിന്മേൽ നടന്ന ഒരു വലിയ ക്രിയേഷന്റെ മിറക്കിള് എന്റെ ജീവിതത്തിന്മേൽ നടക്കാനിടയായി തീർന്നു. ആമേൻ. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ 5ാം മാസത്തിൽ അനോമലി സ്കാൻ എന്ന് പറഞ്ഞ ഒരു സ്കാൻ ഉണ്ട്. ആ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞിന് ഡയഫ്രമാറ്റിക് ഹേർണിയ എന്നൊരു അസുഖമാണെന്ന്. ഡയഫ്രമാറ്റിക് ഹേർണിയ എന്ന് പറഞ്ഞാൽ ഡയഫ്രത്തിന്റെ മസിൽസ് വീക്ക് ആയിട്ട് ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയും ചെസ്റ്റ് ക്യാവിറ്റിയും തമ്മിലുള്ള ഒരു മിഡിലുള്ള ലൈനാണ് ഡയഫ്രം. ഡയഫ്രത്തിന്റെ അവിടെ ഒരു മസിൽ വീക്ക് ആയിട്ട് ഒരു ഹോള് വന്നിട്ട് ഈ 5ാം മാസത്തില് ഈ കുഞ്ഞിന്റെ ചെറുകുടല്, വൻകുടല് എല്ലാ കാര്യവും ലെഫ്റ്റ് സൈഡിലോട്ട് കയറി ചെസ്റ്റ് ക്യാവിറ്റി കിടക്കുമായിരുന്നു. പ്രൊട്ടൂഡായി ഹെർണിയ ആയിട്ട് മൊത്തം ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ 5ാം മാസത്തിലായതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓരോ ദിവസം ഡോക്ടേഴ്സ് എന്നെ സ്കാൻ ചെയ്യുമ്പോൾ പറയുന്നത് ഈ കുഞ്ഞിന്റെ ലെങ്സിന്റെ വളർച്ച എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് നമുക്ക് എക്സ്റേ ചെയ്താലും അല്ലെങ്കിൽ സ്കാൻ ചെയ്താലും നമുക്ക് അറിയത്തില്ല. ഒരു പക്ഷെങ്കില് ഈ കുഞ്ഞ് ജനിക്കുമ്പം തന്നെ മരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ലെങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ലൈഫ് നിങ്ങൾ ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഇവിടുത്തെ ദുബൈ ഹോസ്പിറ്റലായിരുന്നു ആദ്യം എന്റെ ഫയല്. ഓരോ ദിവസം ഡോക്ടേഴ്സ് എന്നെ പഠിക്കുമായിരുന്നു. കാരണം ഓരോ ആഴ്ചകളിലും എനിക്ക് സ്കാൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ കേൾക്കുന്നതൊന്നും ഒരു പോസിറ്റീവ് കാര്യങ്ങളും അല്ല കേൾക്കുന്നത്, മൊത്തം നെഗറ്റീവ്. അവരെ സയൻസിന്റെ ഫാക്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെങ്കില് കർത്താവ് എന്നെ ഒരു സ്വപ്നത്തില് ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നതിന് മുമ്പേ ഒരു 1.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ എന്നെ കാണിച്ചായിരുന്നു. അപ്പം അത് മതി എനിക്ക് വാഗ്ദത്തത്തിന്. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളതിന്റെ ഒരു ഷ്യൂരിറ്റി എനിക്ക് ഓൾറെഡി തന്നായിരുന്നു. അമേൻ. ഞാന് നേരത്തെ അവസ്ഥ, എന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വിലപിച്ച് കരഞ്ഞ് കുറ്റം പറഞ്ഞ് ദൈവത്തെ പഴി പറഞ്ഞ് നടന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇന്ന് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാല് കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് എന്റെ യേശു
ആൻസിക്ക് ദോഷമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യത്തില്ല എന്നുള്ള വലിയൊരു ഉറപ്പ് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് മനുഷ്യൻ തരുന്ന ഉറപ്പല്ല, ഈ വചനം, ദൈവം, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തില് വർദ്ധിക്കുന്നതാണ് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, എന്റെ ഹസ്ബൻഡിനെ ഏതൊരു പാതിരാത്രിയിലും വന്ന് എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ ഓടിപ്പോയി ഡോർ ഓപ്പൺ ചെയ്തു കൊടുക്കും. കാരണം അദ്ദേഹവുമായിട്ട് എനിക്ക് സമ്പർക്കമുണ്ട്, അദ്ദേഹവുമായിട്ട് എനിക്ക് അറിയാം, അദ്ദേഹത്തിന്റെ ശബ്ദം പോലും എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഒരു വോയിസിന്റെ മോഡുലേഷൻ പോലും എനിക്ക് മനസ്സിലാകും. എന്തുകൊണ്ട്? ആ വ്യക്തിയുമായിട്ട് എനിക്ക് കൂട്ടായ്മയുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ ദൈവ പൈതല് ദൈവവുമായിട്ടുള്ള, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ സാഹചര്യങ്ങളിലൊക്കെയും സംസാരിക്കുന്ന ശബ്ദത്തെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ആമേൻ. ചുറ്റുപാടും ഒന്നും അനുകൂലമല്ലാതെ നിൽക്കുമ്പോഴും നമ്മുടെ അകത്ത് നിന്ന് പറയും, ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ. വിശ്വാസത്താൽ, കൃപയാല ഇതെല്ലാം. ഇത് എന്റെ കഴിവായിട്ടല്ല ഞാൻ പറയുന്നത്, കൃപയാല്. കർത്താവ് ഇന്ന് ഈ നിമിഷം വരെയും എന്നെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. അല്ല, വിശ്വസിക്കാൻ കഴിഞ്ഞത് കർത്താവിന്റെ കൃപയാ, തെരഞ്ഞെടുത്തത് കർത്താവിന്റെ കൃപയാ. ഇന്ന് നിർത്തിയിരിക്കുന്നതും ഇന്ന് ഈ വിശ്വാസത്തിൽ നിൽക്കുന്നതും അവസാനത്തോളം വിശ്വസ്തയോടെ നിൽക്കാനായി നിർത്തുന്നതും എല്ലാം കൃപയാ. അല്ലാതെ ഒരു വ്യക്തിയുടെ ഒരു എഫോർട്ടൊന്നും അല്ല, അത് കർത്താവിന്റെ കൃപയാല. ആ കൃപയിലാ നമ്മൾ അനുദിനം ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ എനിക്ക് അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചു, പല നെഗറ്റീവ് നമ്മൾ കേൾക്കും, വെളിയിൽ ഇറങ്ങി ക്യാൻസൽ ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കരം കോർത്തു പിടിച്ച് വെളിയിൽ ഇറങ്ങി വന്ന് വാഹനത്തെ വന്നിട്ട് ഇരുന്നിട്ട് യേശുവിന്റെ നാമത്തില്, സാഹചര്യങ്ങളെല്ലാം അനുകൂലമല്ലെങ്കിലും യേശുവിന്റെ നാമത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഈ കേട്ടതെല്ലാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ സാഹചര്യത്തിന്റെ വിപരീതമായിട്ട് വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയാനായിട്ട് തുടങ്ങി. ആമേൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു, ഇത് ആരോടും ഞങ്ങൾ അധികം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം ഈ കേൾക്കുന്ന മനുഷ്യരൊന്നും ഒരു വിശ്വാസത്തിന്റെ വാക്കുകൾ പോലും നമ്മളോട് പറയത്തില്ല. ഇതെല്ലാം ഇതിന്റെ നെഗറ്റീവ്സ് മൊത്തമായിരിക്കും നമ്മളോട് പറയുന്നത്. അത് നമ്മുടെ വിശ്വാസത്തെ കുറയ്ക്കുമല്ലാതെ അതിനെ കൂട്ടത്തൊന്നുമില്ലല്ലോ. പക്ഷെ ഭൂമിയിൽ ഹസ്ബൻഡും വൈഫും ഐക്യമത്യത്തോടെ നിന്ന് വിഷയത്തിന് വേണ്ടിയിട്ട് ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുമുണ്ട്. നമ്മളെ സമാധാനിപ്പിക്കേണ്ടത് ഈ ലോകത്തിന്റെ മനുഷ്യരല്ല. ദൈവ സമാധാനം തന്നെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം പറ്റത്തുള്ളൂ. വ്യക്തികളൊക്കെ, ചിലരുടെ പ്രസൻസ് നമുക്ക് അല്പനേരത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമായിരിക്കും, അവർ പോയി കഴിയുമ്പോൾ ആ ആശ്വാസം പോകും. പക്ഷെ കർത്താവിന്റെ സമാധാനം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സമാധാനമാണ്, എപ്പോഴും നിലനിൽക്കുന്ന സമാധാനം. 24/7 നമ്മൾക്ക് തരുന്ന സ്വസ്ഥത എന്ന് പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ആരോടും അധികം ഇത് ഷെയർ ചെയ്യുന്നില്ല. ഞങ്ങൾ കേൾക്കും, വിശ്വാസത്താൽ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, അതിനെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ എന്റെ സിസേറിയന്റെ ഡേറ്റ് അടുത്തപ്പോൾ ലത്തീഫ ഹോസ്പിറ്റലിലേക്ക് എന്റെ ഫയൽ ഷിഫ്റ്റ് ചെയ്തു. എന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ എനിക്ക് കൺട്രാക്ഷൻ ഒക്കെ വന്ന് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയന് വേണ്ടി പോസ്റ്റ് ചെയ്തു. ആരുമില്ലായിരുന്നു അടുത്ത്. എന്റെ കൂടെ അന്ന് എന്റെ മമ്മി പെട്ടെന്ന് വിസിറ്റിന് വരാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. ആരുമില്ലായിരുന്നു അടുത്ത്, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അടുത്ത്. സിസേറിയൻ കഴിഞ്ഞു. കുഞ്ഞിനെ അന്നേരം തന്നെ വെന്റിലേറ്ററിലാക്കി. കാരണം ലങ്സിന് വളർച്ചയുണ്ടോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് സിസേറിയൻ കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനെ വെന്റിലേറ്ററിലോട്ടാക്കി. കുഞ്ഞ് ICUലാണ്. ഞാൻ എന്റെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഹസ്ബൻഡിനെ ആണെങ്കിൽ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, വെളിയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, ആരുമില്ല. പക്ഷെ അവിടെ ഒക്കെയും സാഹചര്യത്തിന്റെ മധ്യത്തില് എന്നെ കംഫോർട്ട് ചെയ്യുന്ന ഒരു കർത്താവ്, ആരൊക്കെയോ എന്റെ കൂടെ ഉണ്ട്, എനിക്കിവിടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്, ദൂതന്മാരുടെ ഒരു സംരക്ഷണം എന്നോടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് രുചിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ഒരിക്കലും കർത്താവ് സാഹചര്യങ്ങളിൽ നമ്മളെ ഉപേക്ഷിക്കത്തില്ല, സാഹചര്യങ്ങളിൽ നമ്മളെ കൈവിട്ട് കളയത്തില്ല, നമ്മുടെ കൂടെ നിൽക്കും. ആമേൻ. അതൊരു ഉറപ്പ് എനിക്ക് തന്നു. ഹല്ലേലൂയ. അതിനുശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു. 3-ാമത്തെ ദിവസം കുഞ്ഞ് അന്നേരം ICUലാണ്. 3-ാമത്തെ ദിവസം കുഞ്ഞിനെ സർജറി ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അവിടുത്തെ നഴ്സുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു,
നീ ഈ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വരണമെന്ന്. അപ്പം അവര് ഉദ്ദേശിച്ചത് ഒരു പക്ഷെങ്കിൽ തിയേറ്ററിനുള്ളിൽ വെച്ചിട്ട് ഒരു മരണം സംഭവിച്ചാൽ ഈ കുഞ്ഞിനെ അമ്മ എന്ന നിലയിൽ അതിനു മുമ്പേ ഒന്ന് കണ്ടോട്ടെന്നുള്ള ഒരു ഫേവർ അവർ ചെയ്തത്. പക്ഷെ ഞാൻ അവിടെ അവരോട് പറഞ്ഞു, വിശ്വാസി പറയാൻ എനിക്കിടയായി തീർന്നു, ഇല്ല, മരണത്തിലേക്കുള്ള ഒരു യാത്രയപ്പിന് ഞാൻ വരത്തില്ല, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തോ ഈ കുഞ്ഞിനെ, എനിക്കറിയാം ഈ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് കർത്താവ് തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആയിട്ട് ഇവര് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ അതിനുശേഷം ഇവിടുന്ന് ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ യാത്രാ മധ്യത്തില് കർത്താവിന്റെ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനിടയായി തീർന്നു. എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാനിടയായി തീർന്നു. അന്ന് ഞാൻ കേട്ട കാര്യമാണ്. എന്നോട് ചോദിച്ചു, നീ എന്നെ സാക്ഷ്യപ്പെടുത്തുമോ? ഞാൻ പറഞ്ഞു, സാക്ഷ്യപ്പെടുത്തും യേശുവപ്പ, അങ്ങേ സാക്ഷ്യപ്പെടുത്തും. ഞാന് അത്ഭുതം കാണുമെന്ന് എനിക്കറിയാം, എനിക്ക് ഒരു മടിയുമില്ല, അങ്ങയെ സാക്ഷ്യപ്പെടുത്തും. നീ ലോകരാജ്യങ്ങളിൽ സാക്ഷ്യപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, ലോകരാജ്യങ്ങളിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തും. അപ്പൊ ഞാൻ ചോദിക്കുക, പാസ്പോർട്ട് ഒക്കെ ഇല്ലേ? പാസ്പോർട്ടിന് അപ്പൊ ഒത്തിരി സ്റ്റാമ്പ് ഒക്കെ അടിക്കേണ്ട വരത്തില്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുക. പക്ഷെ അതിന്റെ ഒരു അറ്റസ്റ്റേഷനാ ഇന്ന് നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഹല്ലേലൂയ എന്റെ യേശുവിനെ പറയുമ്പോൾ ലോകരാജ്യങ്ങളോടാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ ഇന്ന് അനേകർക്ക് യേശുവിനെ പറയാനുള്ള അവസരം എനിക്ക് തന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അന്ന് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ യേശുവപ്പ എന്ന് പറഞ്ഞതിന്റെ ഫലം ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ ജീവനോടെ എന്റെ യേശുവിന്റെ സാക്ഷ്യമായിട്ട് ഇരിക്കാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനൊക്കെ അനുഭവം ഉണ്ടായതും കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേന് അവിടെ വലിയ മിറക്കിളൊക്കെ നടന്ന് കുഞ്ഞിനെ തിയേറ്ററിൽ വെച്ച് തന്നെ ലെങ്സിന്റെ എക്സ്പാൻഷൻ കണ്ട് ഇവര് സർജറി ചെയ്യാതെ തന്നെ മടങ്ങി വരുമെന്നൊക്കെയാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ല. കുഞ്ഞിനെ സർജറി കറക്റ്റ് ചെയ്തിട്ട് വെന്റിലേറ്ററിൽ തന്നെ ICUവിൽ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്തു. ഈ കുഞ്ഞ് വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോട് കൂടെയാണ് ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, കർത്താവിന്റെ അത്ഭുതമാണെന്ന്, ഇത് സംഭവിക്കും, അത്ഭുതം സംഭവിക്കും, പക്ഷെ അത് മെഡിക്കൽ സയൻസിന്റെ ഒരു വണ്ടർ ആണെന്ന് ലോകം കാണാൻ ഇടയാകില്ല. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി എന്നും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഞാൻ രാവിലെ തൊട്ട് അവിടെ പോയിരിക്കും. വൈകുന്നേരം ഹസ്ബൻഡ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരും. അവിടെ അന്നേരം എല്ലാം ഞങ്ങള് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കും. അപ്പം അവരത് കാണുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന കണ്ടപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ആണെങ്കിൽ ആരെങ്കിലും വിളിച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ പ്രാർത്ഥിപ്പിച്ചോ, വേറെ കുഞ്ഞുങ്ങൾക്കൊന്നും പ്രാർത്ഥിപ്പിക്കരുത്, ഈ കുഞ്ഞിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാന് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് ദേവദാസന്മാർ അവിടെ കടന്നു വന്നു. അങ്ങനെ ദേവദാസന്മാർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, പുതിയ ലെങ്സ് കുഞ്ഞിന് വേണം, ലെങ്സ് ഇല്ല. വിശ്വസിക്കുന്നുണ്ടോ യേശു ലെങ്സ് പുതിയത് ക്രിയേറ്റ് ചെയ്യുമെന്ന്? ഞാൻ പറഞ്ഞു, വിശ്വാസമുണ്ട്, യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ട്, യേശുവിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ ദേവദാസന്മാര് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിന് എക്സ്റേ എടുത്തത്. കാരണം എന്നും ബെഡ് സൈഡിൽ പോർട്ടബിൾ എക്സ്റേ കൊണ്ടുവന്ന് കുഞ്ഞിനെ നോക്കുവാണ്. പക്ഷെങ്കില് കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാല് ആ റൈറ്റ് ലെങ്ങിന്റെ എക്സ്പാൻഷനോട് കൂടെ ലെഫ്റ്റ് ലെങ് അവിടെ എക്സ്പാൻഡഡ് ആയി. ഹല്ലേലൂയ. 14 ഡേയ്സ് കുഞ്ഞിന് ലെങ്സിന്റെ ഒരു മെച്യൂരിറ്റിയും കാണിച്ചിരുന്നില്ല. അമേൻ. കർത്താവ് അവിടെ ക്രിയേറ്റഡ് ആയിട്ട് ഹല്ലേലൂയ ലെങ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് ലത്തീഫ ഹോസ്പിറ്റൽ ഈ കുഞ്ഞിന്റെ ഫയൽസ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ലത്തീഫ ഹോസ്പിറ്റലാണ് കുഞ്ഞിന്റെ ഫയൽ. ആ ഓരോ എക്സ്റേ നോക്കുമ്പോൾ അറിയാം ആ ചേഞ്ചസും എല്ലാം. ഹല്ലേലൂയ. ഇന്ന് ലത്തീഫ ഹോസ്പിറ്റല് ഇവളെ മിറക്കിൾ ബേബി എന്ന് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അവിടെ പുതിയ എക്സ്പാൻഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെന്റിലേറ്ററിൽ തന്നെയാണ് കുഞ്ഞ് തുടരുന്നത്. വെന്റിലേറ്ററിൽ തുടർന്നു. ഇവരാണെങ്കിൽ ഓരോ മോഡ് ചേഞ്ച് ചെയ്ത് വെന്റിലേറ്ററിന്റെ തന്നെ പല മോഡ് ചേഞ്ച് ചെയ്ത് സെൽഫ് ഓക്സിജൻ എടുക്കുന്ന സാഹചര്യത്തിൽ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ഒരു ദിവസം വലിയ മിറക്കിളൊക്കെ നടന്നു. ഒരു ദിവസം ഞാൻ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പം അവിടെ ആരും കോൾ എടുക്കുന്നില്ല. അപ്പം ഈ സിക്കായിട്ട് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു എമർജൻസി സിറ്റുവേഷൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് അവർ കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോഴ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞിനെ ഫുള്ള് വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടെ ഈ കുഞ്ഞിന്റെ സാച്ചുറേഷൻ 60 ഉള്ളൂ.
ലെങ്സിന്റെ എക്സ്പാൻഷൻ നടന്നു, ക്രിയേഷന്റെ മിറക്കിൾ നടന്നു. പക്ഷെങ്കില് വീണ്ടും വേറൊരു സാഹചര്യത്തിൽ കൂടെ പോവാം. അവിടെ നിന്ന് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ നിന്ന് ബഹളമൊന്നും വെക്കരുത്, ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു സമയം നിങ്ങൾ തരണം, മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാറി നിന്ന് അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ അവിടെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുക. കുറെ സമയം ഞാൻ അവിടെ നിന്നപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒരമ്മയെന്ന എന്റെ റോൾ എന്താ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ട് വലിയ വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ അന്നേരം തീരുമാനിച്ചു, എന്റെ മനസ്സ് പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഒരു 3 മണി വരെ, 7 മണി തൊട്ട് 3 മണി വരെ ഞാൻ നിന്നു. അതിനുശേഷം എന്റെ മനസ്സിൽ ഞാനിങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി, ഞാനൊരു പൈപ്പിന്റെ അവിടെ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ കൈ കഴുകിയിട്ട് ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ അമ്മ എന്നുള്ള ഒരു അധികാരം ഞാൻ കൈ കഴുകുവാണ്. എന്റെ യേശുവിന് ഞാൻ സകലതും ഏൽപ്പിച്ചു തരുന്നു. എനിക്ക് ദോഷം എന്റെ യേശു ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അവിടെ സിസേറിയന്റെ വേദന എനിക്കുണ്ട്. എന്റെ ഹൃദയത്തിൽ അത്രമാത്രം വേദന, അത്ഭുതം കണ്ടു. വീണ്ടും സമാനമായ സാഹചര്യം. അവിടെയൊക്കെയും ഞാൻ അവിടെ തിരിച്ചു വന്ന് ഒരു സുഹൃത്താണ് കൊണ്ടുവന്ന് ആ വാഹനത്തിൽ കയറിയിരുന്ന് മൗനമായി കുറെ നേരം ഇരുന്നു. പക്ഷെങ്കില് അവിടൊക്കെയും ഞാൻ പോലും അറിയാത്ത ഒരു അമ്മ എന്നുള്ളൊരു വ്യക്തിയെ ഈ സാഹചര്യത്തിൽ സമാധാനിപ്പിക്കാൻ ഒരു ലോകത്തിന്റെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല, ഒരാശ്വാസം പറ്റത്തില്ല. അവിടൊക്കെയും എന്നെ ഒരു സ്വസ്ഥതപ്പെടുത്തുന്ന അല്ലെ സമാധാനിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയെ എനിക്ക് രുചിച്ചറിയാനായിട്ട് പറ്റി. ഹല്ലേലൂയ. അത് ഈസി ആയിട്ടുള്ള അനുഭവം അല്ല, പക്ഷെങ്കില് കർത്താവിന് അതിന് കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഹല്ലേലൂയ. ഞാൻ ധൈര്യത്തോടെ വീട്ടിൽ വന്നു. എന്റെ ഹസ്ബൻഡിനോട് മാത്രമേ ഈ സിറ്റുവേഷൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ ഓരോ കോളിന് വേണ്ടി എക്സ്പെക്ട് ചെയ്ത് ഞാൻ തീരുമാനിച്ചു അങ്ങോട്ട് ഞാൻ വിളിക്കത്തില്ലെന്ന്. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിരുന്നു, അന്യഭാഷയിൽ ആരാധിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കില് കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ പോയി കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴ് ആ കുഞ്ഞിന്റെ എന്നാണെങ്കിൽ സാച്ചുറേഷൻ ഡൗൺ ആകാനുള്ള കോസ് അവര് കണ്ടുപിടിച്ചു. നൈട്രിക് ഓക്സൈഡ് അവർ സ്റ്റാർട്ട് ചെയ്തു. എവിടെ 60-ല് 7 മണി തൊട്ട് 3 മണി വരെ സാച്ചുറേഷൻ ലോ ആയി കിടന്ന കുഞ്ഞ് പിക്കപ്പ് ചെയ്യുവാന്ന് പറഞ്ഞാൽ വലിയ മിറക്കിളാ. അവിടുന്ന് എന്റെ കുഞ്ഞിന് കർത്താവ് പുതിയ ജന്മം കൊടുത്ത്, ഹല്ലേലൂയ, കർത്താവ് ആ സാച്ചുറേഷൻ 100-ലാക്കി. അത് കഴിഞ്ഞ് 21 ദിവസമായപ്പോഴ് കുഞ്ഞിനെ, ഹല്ലേലൂയ, ആ വെന്റിലേറ്ററിൽ നിന്ന് തന്നെ ഡയറക്റ്റ് റൂമിലൊന്നും ഷിഫ്റ്റ് ചെയ്യാതെ അവിടെ തന്നെ എല്ലാം മോഡെല്ലാം ചേഞ്ച് ചെയ്ത് കുഞ്ഞിനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. ആമേൻ, ആമേൻ. ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ പറയുമ്പോൾ എന്റെ പ്രാർത്ഥനാ വിഷയം എന്നാ നമ്മൾ പറയുന്നത്, അല്ലെ, എന്റെ വിഷയം, അല്ല എന്റെ കുഞ്ഞുങ്ങള്, എന്റെ കാര്യം എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതൊന്ന് വിട്ടിട്ട് കർത്താവിന്റെ കാര്യം അല്ലെങ്കിൽ എന്റെ അപ്പന്റെ കാര്യം എന്ന് പറയാനായിട്ട്, യേശുപ്പ അങ്ങയുടെ ഹിതം എന്തെന്ന്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നേ, നമ്മുടെ ഇഷ്ടങ്ങളെ കർത്താവിനോട് അങ്ങ് അടിച്ചേൽപ്പിക്കുക. അതായത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ ഹിതം കർത്താവെ, ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എന്ന് പറഞ്ഞ് എന്റെ ഹിതത്തെ അങ്ങോട്ട്. പക്ഷെങ്കില് യഥാർത്ഥമായിട്ടും നമ്മള്, ദൈവമേ അങ്ങയുടെ ഹിതം എന്താ എന്നെ കുറിച്ച്, അല്ലെ അങ്ങയുടെ പദ്ധതി എന്താണ്, ഹല്ലേലൂയ, എന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കർത്താവിന് നമ്മളെ കുറിച്ച്. സ്പിരിച്വലി ഒരു വ്യക്തി വളരുക എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ എത്തുന്നതാണ്. ആമേൻ. ഞാൻ പറയട്ടെ, എന്റെ ഹിതം പോലെയല്ല അങ്ങയുടെ ഹിതം പോലെ എന്നുള്ള ആ പാട്ടല്ലേ, അത് ചിലർക്കൊക്കെ പാടാൻ മടിയാ. കാരണം എന്തുവാ, ദൈവത്തിന്റെ പദ്ധതി ഇനിയും നല്ലതല്ലെങ്കിലോ, എന്റെ ചോയ്സ് ആണോ ബെറ്റർ എന്നാ ചിന്തിക്കുന്നത്. പക്ഷെങ്കില് ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എത്ര മനോഹരമായിട്ടാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അല്ലെ, എത്ര അടുക്കും ചിട്ടയോടും കൂടെ. നക്ഷത്രത്തെ സൃഷ്ടിച്ചത് എത്ര മനോഹരമായിട്ടാ, എത്ര അടുക്കും ചിട്ടയോടും കൂടെയാ. ഒരു കർത്താവിന്റെ സൃഷ്ടിയില് ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ ഇല്ലാതോ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? അത്രമാത്രം സൃഷ്ടിച്ച ഒരു കർത്താവിന്, ആ കർത്താവിന്റെ വ്യക്തമായ പ്ലാൻ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര
വലുതായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എത്ര അനുഗ്രഹമായിരിക്കും. ആമേൻ. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറയുവാണ്, എന്റെ കുഞ്ഞിന്റെ ആ അത്ഭുതം നടന്നത് എന്റെ എന്റെ ഞാൻ വിശ്വസിക്കുവാണ്. എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച്, ഞാൻ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി. എന്റെ അപ്പ അങ്ങയുടെ കുഞ്ഞ്, അങ്ങയുടെ ഹിതം, അങ്ങ് എന്നെ വളർത്താൻ ഏൽപ്പിച്ചതേ ഉള്ളൂ എന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ കുഞ്ഞിന് ഇന്ന് 7 വയസ്സുണ്ട്. ഇതിന് ലൈഫ് ലോങ് ഓക്സിജൻ കൊടുക്കണമെന്ന് പറഞ്ഞാണ്. ഇനിഷ്യലി ഒക്കെ കുഞ്ഞിന് റൈറ്റ് ലോവറിൽ ചെറിയ കൊളാപ്സ് ലങ്സിനുണ്ടായിരുന്നു. സെക്കൻഡറി അവക്കാണെങ്കിൽ ഒരു സർജറിയൂടെ പോയി ആസ്റ്ററിൽ. ഒരു ട്രാൻസ്വേഴ്സ്, അതായത് ആ സ്റ്റിച്ച് ഓപ്പൺ ആയി. വീണ്ടും ആസ്റ്ററിൽ ഒരു മേജർ സർജറി വീണ്ടും ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ആ സർജറി ചെയ്തപ്പോഴും അതിനു മുമ്പേ കർത്താവ് എന്നോട് ഒരു സ്വപ്നം ഞാൻ കണ്ടായിരുന്നു. ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് പോകുന്നതും അവിടെ പോയിട്ട് ആരോടൊക്കെയോ സുവിശേഷം പറയുന്നത്. ഇത്രയുമാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതിനുശേഷമാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോകേണ്ട സാഹചര്യം, സർജറിക്കായിട്ട് പോകേണ്ട ഈ സ്റ്റിച്ച് ഓപ്പൺ ആയെന്ന് ഞങ്ങൾ അറിയുന്നത്. അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് ഈ സ്വപ്നം എന്റെ മനസ്സിൽ വന്നത്, ആരോടൊക്കെയോ സാക്ഷ്യം പറയണമെന്നുള്ളത്. അങ്ങനെ കൃപയാല് ആ ആസ്റ്ററിൽ നിൽക്കുമ്പം തന്നെ അനേകരോട് യേശുവിനെ പറയാനായിട്ട്, ഞങ്ങളുടെ കുഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പം തന്നെ അനേകരെ യേശുവിൽ ബലപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പറയാൻ പറ്റും. എനിക്ക് വിശ്വാസമാ. പക്ഷെങ്കില് യഥാർത്ഥമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥമായിട്ട് ഒരു കഷ്ടത്തിന്റെ സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആരാധന? ഹല്ലേലൂയ. എങ്ങനെയാണ് നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവിനെ ആ പണ്ടത്തെ പോലെ തന്നെ മനസ്സ് തുറന്ന് ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യേശുവിന്റെ സന്നിധിയിൽ ആ പൈതൽ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ സമ്പത്തോ ധനമോ സ്വത്തോ മാന്യതയോ ഒന്നും വേണ്ട. കർത്താവിന് പകരം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തുവാണ്? ഏത് സമയവും ആ യേശുവിനോടുള്ള സ്നേഹത്തിൽ അങ്ങ് നിലനിൽക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. സാഹചര്യമായിരിക്കില്ല എന്റെ ആരാധനയുടെ താളത്തെ നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ. എന്റെ സാഹചര്യമായിരിക്കില്ല എന്റെ കയ്യടിയുടെ ഹല്ലേലൂയ അളവിനെ നിശ്ചയിക്കേണ്ടത്. ഏതൊരു സാഹചര്യമാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും ഹല്ലേലൂയ, എന്റെ കർത്താവുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ ബന്ധം എന്നെ വിച്ഛേദിപ്പിക്കുവാനായിട്ട് ഒന്നിനും കഴിയത്തില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഇനി ചിലപ്പോൾ ഞാൻ വിശ്വാസത്തിലല്ലാത്ത അനേകര് ചിലപ്പം ചിന്തിക്കുമായിരിക്കും, എന്തുകൊണ്ട് ഇവൾ ഈ സാഹചര്യത്തിൽ പോയി? ഇവള് വലിയ വിശ്വാസി വന്നിട്ടും ഇവർക്ക് സെയിം അനുഭവമാണല്ലോ എന്ന്. ഹല്ലേലൂയ. കാരണം സാധാരണ മനുഷ്യർക്ക് ഒരു ജീവിതത്തിൽ മേലെ ഒരു പ്രശ്നം വരുമ്പോൾ അത് അവരുടെ തകർച്ചയുടെ ചിലപ്പം കാരണമാവുന്നത്. പക്ഷെങ്കിൽ യഥാർത്ഥ ദൈവ പൈതലിന്റെ ജീവിതത്തിന്മേല് എന്ത് സാഹചര്യം വന്നാലും ഇതുപോലെ ശക്തമായിട്ട് അനേകരോട് യേശുവിനെ പറയുന്ന സാഹചര്യമാക്കി അതിനെ മാറ്റിയിരിക്കും. ആമേൻ. അവിടെ ക്രിയേഷൻ നടന്നത്. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് എന്നോട് ഒരാൾ ക്രിയേഷൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ നേഴ്സായ ഞാൻ പറയും എന്റെ യേശുവിന് അത് കഴിയുമെന്ന്. മെഡിക്കൽ സയൻസിന്റെ വണ്ടർ അല്ല ഞാൻ പറയുന്നത്, എന്റെ യേശുവിന് അത് കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാ? ഞാൻ അത് കണ്ടതും കൊണ്ടാ. ഹല്ലേലൂയ. ഞാൻ പറയുക, ഇസ്രായേൽ മക്കള് ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ, അവര് ആ ചെങ്കലിന്റെ മധ്യത്തിൽ അവര് നിൽക്കുക. ഫറവോന്റെ സൈന്യം തൊട്ടു പുറകില് ചെങ്കലിന്റെ മധ്യത്തിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല, അല്ലെ? ഹോപ്പ് ഒന്നുമില്ല. പക്ഷെ ആ സാഹചര്യത്തില് ആ വെള്ളത്തിലോട്ട് അവര് ആ വടിയെ നീട്ടി അവരെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ചരിത്രത്തിന്റെ ഒരു സംഭവത്തെ കാണാനായിട്ട് ഇടയായിത്തീർന്നത്. ചരിത്രം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. ആ ചെങ്കടനെ വിഭാഗിച്ച് ഹല്ലേലൂയ അവിടെ കൂടെ ആ ഉണങ്ങിയ നിലം ഒരുക്കി മറുകര കാണാനായിട്ട് അവരെ ഇടയാക്കി തീർത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ ജീവിതത്തിന്മേൽ വരുന്ന താൽക്കാലിക പ്രശ്നം പിശാച് നിങ്ങളെ തകർക്കുവാനാണ് പദ്ധതി ഇടുന്നെങ്കിൽ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് കർത്താവിന് കഴിയും. ആമേൻ. ഞാൻ പറയട്ടെ, ലോകത്തിന്റെ ഒരു ശക്തിക്കുമല്ല നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്നത്. യേശുവിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തില് വളരാനാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായിട്ട് എന്നോട് ഇടപെടുന്ന ഹല്ലേലൂയ, എത്ര പേരെ വീട്ടില് പ്രാർത്ഥന പായുണ്ട്? എത്ര സമയം നിങ്ങൾ കുടുംബ പ്രാർത്ഥനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പേഴ്സണലി പ്രാർത്ഥിക്കാനായിട്ട് എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ. ഏത് സമയത്തും പ്രാർത്ഥിക്കാം. വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കാം. കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കത്തില്ലേ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം പറയത്തില്ലേ? അന്യഭാഷ നമുക്ക് ആരാധിക്കത്തില്ലേ? മൗനമായി വായ അടച്ചുകൊണ്ടിരുന്ന
അന്യഭാഷ നമുക്ക് ആരാധിക്കത്തില്ലേ? ആരാധിക്കാൻ പറ്റും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സാഹചര്യങ്ങളിൽ ബലം നൽകുന്നത് ഈ പ്രാർത്ഥനയും കർത്താവിനോടുള്ള വചനം വായിക്കുന്നതും ആ വചനം തരുന്ന ബലവും ഒക്കെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളില് സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഹല്ലേലൂയ പിറുപിറുക്കുന്നവരാകാതെ, ഹല്ലേലൂയ, സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മഹത്വപ്പെടുത്തുന്ന ഒരു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ആരാധിക്കാൻ തയ്യാറാകും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കൈയടിച്ച് ആരാധിക്ക്. ആ പ്രശ്നത്തെ ചവിട്ടി കാലിന്റെ അടിയിലാണ് ആ പ്രശ്നമെന്ന് നിങ്ങൾ സങ്കല്പിച്ചും കൊണ്ട് അങ്ങോട്ട് ആരാധിച്ചേ. ഹല്ലേലൂയ. ആരും ആരാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഒരു വാദ്യമേളമോ ഒന്നും വേണ്ട. കരം നമുക്ക് തന്നിട്ടില്ലേ? ആ കരം അടിച്ചൊന്ന് ആരാധിച്ച് നിങ്ങളുടെ ഭവനത്തിൽ ആരും കാണണ്ട, ആരും കാണണ്ട. നിങ്ങളുടെ മുറി കയറി ഇരുന്നായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കില് ആ കർത്താവ് നിങ്ങളെ വേണ്ട സമയത്ത് ബലം നൽകേണ്ട സമയത്ത് ബലം, സമാധാനം നൽകേണ്ട സമയത്ത് സമാധാനം, സ്വസ്ഥത നൽകേണ്ടടുത്ത് സ്വസ്ഥത എല്ലാം നൽകി തരുമെന്ന് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കടന്നുപോയ ഓരോ സാഹചര്യം നോക്കുവാണെങ്കിൽ വളരെ സാഹചര്യം ഇന്നും എല്ലാം എന്റെ അനുകൂലമായിട്ടില്ല. പല സാഹചര്യങ്ങളിൽ കൂടെ ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെങ്കില് അന്ന് ലഭിക്കാത്ത ഒരു ഉറപ്പ് ഇന്ന് എനിക്കുണ്ട്. കാരണം യേശു എന്നെ തെരഞ്ഞെടുത്തു, യേശുവിന്റെ പൈതലാണ് ഞാൻ എന്നുള്ള ഒരു ഉറപ്പ് അത് ഹൃദയത്തിൽ പച്ച കുത്തിയിരിക്കണം. ഹല്ലേലൂയ. ഒരു 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 വെള്ളം ഒഴിച്ചാലോ അല്ലെങ്കിൽ ഒരു സോപ്പ് ഇട്ടാലോ ഒന്നും അത് മാറുന്നതായിരിക്കരുത്. ഒരു ഷാഡോ നമുക്കറിയാം. പത്രോസ് ആണെങ്കിൽ കർത്താവിന്റെ വെള്ളത്തിൽ നടന്നപ്പോൾ ആ വെള്ളത്തിലോട്ട് നോക്കിയപ്പോഴാണ് താണുപോയത്, യഥാർത്ഥത്തിൽ താണുപോയത്. പക്ഷെങ്കിൽ ആ കർത്താവിനോട് നോക്കിയായിരുന്നെങ്കിൽ ഒരിക്കലും താഴത്തില്ലായിരുന്നു. അതുകൊണ്ട് ചുറ്റുമുള്ള പ്രശ്നത്തിലല്ല നമ്മൾ നോക്കേണ്ടത്, ആ വിളിച്ച കർത്താവില്, ആ ദൈവത്തിന്റെ മഹത്വം ഒന്ന് ഈ വചനത്തിൽ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ. ഈ വചനത്തിൽ നൽകിയ അത്ഭുതങ്ങളെ ഒന്ന് വായിച്ചിട്ട് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് ഹൃദയത്തിലൊന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്നേ. മറ്റുള്ളവരുടെ ജീവിതത്തിന്മേൽ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞ് കേൾക്കാനല്ല ഇന്ന് ഞാൻ പറയുന്ന സാക്ഷ്യം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്മേലും കർത്താവ് പ്രവർത്തിക്കാൻ മതിയായവനാണെന്നേ. വിശ്വാസത്തിൽ നിൽക്കാനായി നിങ്ങൾക്ക് വിശ്വാസമാണോ കുറവ്? അല്ലെ, പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യസ്ഥനായിട്ട്, വഴിനാട്ടിയായിട്ട്, അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കേണ്ടത്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായം ചെയ്യണം. പരിശുദ്ധാത്മാവെ, എനിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം വിശ്വാസത്തിൽ. ചിലപ്പം എനിക്ക് എപ്പോഴും 24 മണിക്കൂർ ഒരുപക്ഷെ എനിക്ക് ചിലപ്പം പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. ചില സമയങ്ങളിൽ എനിക്കും പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അവിടെ ഞാൻ ആശ്രയിക്കും, പരിശുദ്ധാത്മാവെ എനിക്ക് പറ്റുന്നില്ല, കർത്താവെ എനിക്ക് ഈ ബലഹീനതകൾ എനിക്ക് വരുന്നു, എനിക്കത് കഴിയുന്നില്ല, എന്നെ ഇതിൽ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്യണേ, എനിക്കൊന്ന് വെളി വരാനായിട്ട് സഹായിക്കണേ. യേശുപ്പ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത്, അങ്ങേക്ക് വേദനിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ യേശുപ്പ എന്നോട് ക്ഷമിക്കണേ, എന്നെ പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നയിക്കണേ എന്ന് പറയാനാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചോട്ടെ. കർത്താവ് എനിക്ക് തന്ന ഒരു വാക്യമാണ്. ഒടുവിൽ ഹല്ലേലൂയ, എഫേസ്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ആമേൻ. അത് കഴിഞ്ഞിട്ട് 10-ഉം 11-ഉം അത് പറയുമ്പോൾ ദൈവത്തിന്റെ സർവായുധം എന്തുവാണ്? ദൈവത്തിന്റെ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ആമേൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിപ്പീൻ എന്നാണ്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും
ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും ഒരു കുറച്ച് സമയമല്ല, ഏത് സമയം ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വചനമെന്ന വാളല് വചനത്തിന് വളരെ ശക്തിയുണ്ട്. സാഹചര്യങ്ങളെ എല്ലാം അനുകൂലമാക്കാനായിട്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വീണ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം വായിക്കുവാനും ആ വചനം പറയുവാനും, വിളിച്ചു പറയുവാനും, വചനത്തിലെ വാഗ്ദത്തങ്ങളെ ഓരോ ദിവസം വിളിച്ചു പറയുവാനും, സകല പ്രാർത്ഥനയാലും യാചന ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട്, കിടക്കുന്നതിന് മുമ്പ് ഏത് സമയവും 24/7 ആ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഒരു കർത്താവിന്റെ പൈതല് ഹല്ലേലൂയ, കർത്താവ് തെളിയിച്ച് മാനിച്ച് നിർത്തും. കർത്താവ് ഇത്രയും സമയം തന്ന പാസ്റ്ററിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന്മേല് വലിയൊരു മാറ്റത്തിനിടയായി തീരട്ടെ. ക്രിസ്തുവിന്റെ തലയോളം വളരാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്രയിക്കാം. നമ്മളിൽ ആശ്രയിക്കേണ്ട, പരിശുദ്ധാത്മാവിന് നമ്മുടെ ബലഹീനതയെ പറഞ്ഞു കൊടുത്ത് ബലഹീനതയിലൊന്ന് ആശ്രയിച്ചാൽ മതി. ആ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ആ അന്ത്യത്തോളം നമ്മൾ ആ കർത്താവിന്റെ നല്ലവനും വിശ്വസ്തനുമായ ദാസി എന്നുള്ള വിളിക്ക് യോഗ്യമാം വണ്ണം ജീവിക്കുവാനായി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് അരോമ ടിവിക്കും പാസ്റ്റർ ദാനിയേൽ ജോൺ പാസ്റ്ററിനും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നെ വിളിച്ചതിനും ഈ അവസരം തന്നതിനും കർത്താവ് ധാരാളമായി പാസ്റ്ററിന്റെ സകല മിനിസ്ട്രിയും കർത്താവ് ഏറ്റവും ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി ആൻസി ഷിബു. അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ദൈവീയ ഇടപെടലുകളും, ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുവാൻ അവസരങ്ങളുണ്ടായി. വിശ്വസിക്കുവാൻ, കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിന്ന് ദൈവീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, അത്ഭുതങ്ങളെ കാണുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ സഹോദരിയെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വ്യക്തമാണ്, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ കർത്താവ് നമ്മെ അതിന് സഹായിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യുവാൻ കഴിയും. പല പ്രിയപ്പെട്ടവരും ഈ ലോകത്ത് പല കാര്യങ്ങളും, അവർ കാണാത്ത കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് വിശ്വസിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം, അത് യാഥാർത്ഥ്യമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഗർഭത്തിലായിരുന്നതായ ആ കുഞ്ഞിൻ്റെ അവസ്ഥ സ്കാൻ ചെയ്തപ്പോൾ എന്തായിരുന്നു, ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൽ നിരാശയുടെ വാക്കുകൾ മാത്രമായിരുന്നു അവിടെ നിന്ന് ഉണ്ടായത്. ഒരുപക്ഷെങ്കിൽ ആ കുഞ്ഞിന് വെളിച്ചം കാണുവാൻ അനുവദിക്കാതെ വണ്ണം അബോർട്ട് ചെയ്ത് കളയാമായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, അല്ല, ആ കുഞ്ഞ് ലങ്സ് ഉള്ള കുഞ്ഞ് തന്നെയായി പുറത്തു വരും എന്ന് ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യം നാം കണ്ടു. മനുഷ്യൻ എക്സ്റേ എടുത്ത് കാണിച്ച കാര്യമാണ് അവിടെ ഇല്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്, അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് വിശ്വസിക്കും, അതാണ് ശരിയെന്ന്. അത് നമ്മൾ വിശ്വസിച്ച് ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെങ്കിൽ ആ കുഞ്ഞിനെ ജനിക്കുവാൻ നാം അനുവദിക്കില്ലായിരിക്കും. എന്നാൽ ദൈവം പറഞ്ഞു, ആ കുഞ്ഞ് ആമേൻ ജനിക്കും, ആരോഗ്യമുള്ള കുഞ്ഞായി, ലങ്സ് ഉള്ള കുഞ്ഞായി വരും എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ അത് സാധാരണ ഒരാൾക്ക് പറ്റത്തില്ല. പറഞ്ഞതാരാണെന്നും എന്താണ് പറഞ്ഞതെന്നും ഉള്ള ബോധ്യം കേട്ടല്ലോ. പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ചവൻ, ഒരു കുറവും കൂടാതെ ചരാചരങ്ങളെ സൃഷ്ടിച്ച് സൂക്ഷിച്ച് പരിപാലിക്കുന്ന സർവത്തിൻ്റെയും ഉടമസ്ഥനും ഉടയവനുമായ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സർവശക്തി ഉള്ള കർത്താവ് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
കാണുന്ന കാര്യങ്ങൾ, സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ എങ്ങനെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഉയർച്ച താഴ്ചകൾ, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ, അത് ദൈവത്തിന് പ്രവർത്തിക്കുവാനും ദൈവത്തിന് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള അവസരങ്ങളായി നാം തിരിച്ചറിയുമ്പോൾ മാനുഷികമായ ശബ്ദങ്ങൾക്കോ വാക്കുകൾക്കോ ചില തീരുമാനങ്ങൾക്കോ നമ്മൾ വിധേയപ്പെട്ടിട്ട് നിരാശിതരായി പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കൂ. നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൽ നിരാശാജനകമായ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം, ലോകം വിധി എഴുതിയ ചില പ്രശ്നങ്ങൾ, വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. അതിന് നടുവിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം വിശ്വസിക്കുകയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തിന് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ആൻസി ഷിബു അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവപ്പ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവെ അങ്ങയുടെ സന്നിധിയിലെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ അടിനെയും കർത്താവെ ഒരുക്കിയതിന് നന്ദി പറയുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തില് വസ്ത്രങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ഒരു സാഹചര്യം ഒരുക്കിയതിന് കർത്താവെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഈ പറഞ്ഞ ഓരോ യേശുവിന്റെ ആ സത്യങ്ങളും കർത്താവെ ഓരോരുത്തരുടെയും ഉള്ളത്തില് അവരുടെ സാഹചര്യത്തില് കർത്താവെ ക്രിയ ചെയ്യുവാൻ അപ്പൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുപ്പ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഈ ലോകത്തിന്റെ കീഴിൽ ഒന്നുമില്ല. യഥാർത്ഥമായിട്ട് യേശുവിൽ ഒരു വ്യക്തി ആശ്രയിച്ചാൽ അവർ ലജ്ജിക്കത്തില്ലല്ലോ കർത്താവെ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും വ്യത്യസ്തമായ സാഹചര്യം എന്നേക്കാൾ ഉപരി എന്റെ യേശുവിന് അറിയാമല്ലോ. അവരുടെ ഹൃദയ തുടുപ്പുകളെ പോലും അറിയുന്ന ഒരു കർത്താവ് യേശുപ്പ, അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം കർത്താവെ ഇനിയും കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും, വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള വ്യക്തികളായിരിക്കും ഞങ്ങളെ കേൾക്കുന്നത്. അവരിലൊക്കെയും രൂപാന്തരമായി ഏത് തലത്തിലാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് ആ മേഖലകൾ, ആ തലത്തില് വിശ്വാസം വർദ്ധിക്കേണ്ടവർക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ, അത്ഭുതം നടക്കേണ്ടവർക്ക് അത്ഭുതം നടക്കുവാനായി, അങ്ങയുടെ ഉറപ്പ് വർദ്ധിക്കേണ്ടവർക്ക് ഉറപ്പ് വർദ്ധിക്കുവാൻ, ഹല്ലേലൂയ, വിളയും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഉറപ്പ് വർദ്ധിക്കുവാൻ അപ്പനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട ഓരോ വ്യക്തികളെയും, ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അവരുടെ ജീവിതം ഒരു അത്ഭുതമായി തീരുവാൻ, യേശുവിന്റെ വലിയൊരു സാക്ഷികളായി അവർ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് അനേകരെ നേടുവാൻ അപ്പൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ നന്ദി പ്രിയ ആൻസി ഷിബു സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേകരുടെ ആശ്വാസത്തിനും വിടുതലിനും വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ആശീർവാദമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമം മഹിമപ്പെടുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.